കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ 2 വീഡിയോയിലൂടെ ഞാൻ പങ്കുവച്ചതായിരിക്കുന്ന വിഷയം വേറൊരു സുവിശേഷം, വേറൊരു യേശു, വേറൊരു ആത്മാവ്, കള്ള അപ്പോസ്തലന്മാർ, കപട വേലക്കാർ എന്നുള്ളതായിരിക്കുന്ന വിഷയമാണ്. അതിൽ വേറൊരു സുവിശേഷം എന്താണ് എന്നും എന്നാൽ യഥാർത്ഥമായിരിക്കുന്ന സുവിശേഷം, ശരിയായിരിക്കുന്ന സുവിശേഷം എന്താണ് എന്നുമുള്ളത് കഴിഞ്ഞ 2 വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവച്ചു. ഇന്ന് ഞാനതിൻ്റെ 3ാമത്തെ വീഡിയോ ആയിട്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് മറ്റൊരു യേശു, വേറൊരു ആത്മാവ്, കള്ള അപ്പോസ്തലന്മാർ എന്നെല്ലാം അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്നത് ആരെക്കുറിച്ചാണ്? മറ്റൊരു യേശുവിനെ പ്രസംഗിച്ചവരാരാണ്? അല്ലെങ്കിൽ ഏതാണ് ആ മറ്റൊരു യേശു? ആ മറ്റൊരു യേശുവിനെ വിശ്വസിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്നതായിരിക്കുന്ന ആത്മാവ്, ആ വേറൊരു ആത്മാവ്, ആ ആത്മാവ് എന്ത് സൈസ് ആത്മാവാണ്? ഈ കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങളോടൊരു കാര്യം ഞാൻ പറയട്ടെ. ആരായിരിക്കാം ഈ വേറൊരു യേശു? വേറൊരു യേശു എന്ന് പറയുന്നത് ആരെക്കുറിച്ചായിരിക്കാം എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കാനായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതായത് ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ വീഡിയോ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അനേകർക്കും ഒറ്റ പ്രാവശ്യം കേട്ടതുകൊണ്ടോ ഒന്ന് മനസ്സിലാക്കിയതുകൊണ്ടോ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. കാരണം അത് അത്രയും വലിയ പ്രശ്നമുള്ളതായിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ തന്നെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒരു ചിന്ത തരികയാണ്. എന്തായാലും ഈ കാലഘട്ടം, ഈ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലാണ് ഇത് നമ്മൾ വായിക്കുന്നത്. ഞാൻ ആ വാക്യം ആദ്യം ഒന്ന് വായിക്കാം, എന്നിട്ട് ഞാൻ പറയാം. ആ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. 2 കൊരിന്ത്യർക്ക് എഴുതിയ 2ാം ലേഖനം അതിൻ്റെ 11ാം അധ്യായത്തിൻ്റെ 4ാം വാക്യം. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. അപ്പോൾ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്നവരെക്കുറിച്ചും അത് വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്നതായിരിക്കുന്ന ആത്മാവ് വേറൊരു ആത്മാവാണ് എന്ന് പറയുന്നതും എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സുകൊണ്ടൊന്ന് ഈ വീഡിയോ എൻ്റെ ഈ വീഡിയോ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സുകൊണ്ടൊന്ന് ചിന്തിക്കുക. ഈ ലേഖനം എഴുതുന്നത്, ഈ 2ാമത്തെ ലേഖനം, കൊരിന്ത്യർക്ക് എഴുതിയ 2ാമത്തെ ലേഖനം എഴുതുന്നത് AD 55-56 കാലഘട്ടങ്ങളിലാണ്. എന്ന് പറഞ്ഞാൽ കർത്താവായി യേശുക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പോയിട്ട് ഏകദേശം 20 വർഷമേ ആയുള്ളൂ. അപ്പോൾ അന്ന് ലോകത്തിൽ എവിടെയെല്ലാം യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയാം, ആർക്കെല്ലാം അറിയാം, ആരെല്ലാം പ്രസംഗിക്കാൻ തുടങ്ങി? ഈ കാര്യങ്ങൾ നിങ്ങൾ ആദ്യമേ ഒന്ന് മനസ്സിലാക്കുക, ചിന്തിക്കുക. എന്നിട്ട് എങ്ങനെയെല്ലാം ഉള്ളതായിരിക്കുന്ന ഉപദേശങ്ങൾ അന്ന് യേശുക്രിസ്തുവിൻ്റെ പേരിൽ ലോകത്തിലുണ്ടായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ തന്നെ ചിന്തിക്കാൻ ഞാൻ ഇട്ട് തരികയാണ്. നിങ്ങൾ തന്നെ ചിന്തിക്കുക. ചിന്തിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ അവസാനം ഒരു തീരുമാനത്തിലെത്തുക. അങ്ങനെയാണെങ്കിൽ ഈ കൊരിന്ത്യരെ മറിച്ച് കളഞ്ഞ ഈ മറ്റൊരു യേശുവിൻ്റെ സുവിശേഷം അതാര് വന്ന് പറഞ്ഞു, എവിടുന്ന് പറഞ്ഞു എന്ന് നിങ്ങൾ തന്നെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങളൊരു 5 മിനിറ്റ്, ഞാനിതിൻ്റെ സ്റ്റാർട്ടിങ് പറഞ്ഞു, ഒരു 5 മിനിറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട് ചിന്തിക്കുക. എന്നിട്ട് ഈ യേശുവിനെ ഒന്ന് കണ്ടെത്താനും ഈ ഉപദേശം പറഞ്ഞവരെ ഒന്ന് കണ്ടെത്താനും നിങ്ങൾ തന്നെ ഒന്ന് ശ്രമിക്കുക. തിരുവെഴുത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെ ശ്രമിക്കുക, അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് ശ്രമിക്കുക. എങ്ങനെയായാലും എനിക്ക് വിരോധമില്ല, നിങ്ങൾ തന്നെ കണ്ടെത്തിയാൽ സന്തോഷകരമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അങ്ങനെ പറയാൻ കാരണമെന്നറിയാമോ? ഞാൻ ഇതിനെക്കുറിച്ച് പറയാൻ പോകുന്ന വിഷയം അനേകരെയും, ഇന്നത്തെ സുവിശേഷ വിഹിതരെ തന്നെയും ഇളക്കി മറിക്കുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ തന്നെ ഇതൊന്ന് ശ്രമിച്ച് പഠിക്കാനായിട്ട് പറഞ്ഞത്. എന്തായാലും അങ്ങനെ ഉണ്ടല്ലോ മറ്റൊരു യേശുവിനെക്കുറിച്ച് ആരോ കൊരിന്ത്യയിൽ വന്ന് പ്രസംഗിച്ചല്ലോ, സംശയമില്ലല്ലോ, പ്രസംഗിച്ചു. മറ്റൊരു സുവിശേഷം ആരോ വന്ന് പ്രസംഗിച്ചു. അത് വിശ്വസിച്ചവർക്ക് ലഭിച്ച ആത്മാവ് വേറൊരു ആത്മാവാണ്. ഇതെല്ലാം സംഭവിച്ചുകൊണ്ടല്ലേ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ എഴുതുന്നത്? അല്ലാതെ ഇങ്ങനെ എഴുതുമോ? AD 56 ഓർക്കണേ. കർത്താവായ യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് പോയിട്ട് 10-20 വർഷമായിട്ടുള്ളൂ.
ഇന്നത്തെ മാതിരി ലോകം മുഴുവൻ സുവിശേഷം വ്യാപിച്ചിട്ടില്ല. ലോകം മുഴുവൻ ധാരാളം ഉപദേശങ്ങളുണ്ടായിട്ടില്ല, ധാരാളം സഭകളുണ്ടായിട്ടില്ല, 10,000-കണക്കിന് ഉപദേശങ്ങളും സഭകളും ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് മനസ്സിലാക്കണം. ആ പശ്ചാത്തലം വെച്ചുകൊണ്ട് വേണം, അവിടുത്തെ ആ സാഹചര്യം, അന്നത്തെ ആ സാഹചര്യം വെച്ചുകൊണ്ട് വേണം നിങ്ങളിത് ചിന്തിക്കാൻ, ഞാനീ പറഞ്ഞ കാര്യം ചിന്തിക്കാൻ. അത് നിങ്ങൾ ചിന്തിക്കാനായിട്ട് ഞാൻ നിങ്ങൾക്ക് 5 മിനിറ്റ് സമയം തരുന്നു. നിങ്ങൾ തന്നെ കണ്ടെത്തുന്നത് ഉത്തമമായിരിക്കും. കാരണം കഴിഞ്ഞ വീഡിയോയിലൂടെ ഞാൻ വേറൊരു സുവിശേഷത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതുപോലും സഹിക്കാനായിട്ട് പലർക്കും കഴിഞ്ഞില്ല. എന്നോട് വ്യക്തിപരമായിട്ട് സംസാരിക്കുകയും വിളിക്കുകയും അതുപോലെ തന്നെ എനിക്ക് വാട്സാപ്പിലൂടെ കമൻ്റ് ഇടുകയും ഒക്കെ ചെയ്തായിരിക്കുന്ന പല കാര്യങ്ങൾ എനിക്കറിയാം. അപ്പോൾ പിന്നെ ഞാൻ ഇതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? എൻ്റെ പ്രിയമുള്ളവരെ, ആരെന്ത് പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും ദൈവവചനത്തിലെ സത്യം ഈ കഴുത്തിന് ജീവനുള്ളിടത്തോളം ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കും, അത് പറഞ്ഞുകൊണ്ടിരിക്കും. വിശ്വസിക്കാൻ പറ്റുന്നവർ വിശ്വസിക്കുക, അംഗീകരിക്കാൻ പറ്റുന്നവർ അംഗീകരിക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ നിങ്ങളോട് ചിന്തിക്കാനായിട്ട് ഞാൻ ഈ വിഷയം ഇട്ട് തരുന്നത്. അതിനുശേഷം ഞാൻ തുടർന്ന് പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഒരു 5 മിനിറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങളത് ചിന്തിച്ചൊന്ന് കണ്ടെത്തുക. അന്ന് ആരായിരിക്കും ഇങ്ങനെ പറഞ്ഞ്? അന്ന് ആരായിരിക്കും ഈ കള്ളക്രിസ്തുവിന് പ്രസംഗിച്ച്? അല്ലെങ്കിൽ അങ്ങനെ കള്ളക്രിസ്തു അല്ലെങ്കിൽ മറ്റൊരു ക്രിസ്തുവെ, മറ്റൊരു യേശു, കള്ളക്രിസ്തു എന്ന് പറഞ്ഞില്ല, മറ്റൊരു യേശുവിന് പ്രസംഗിച്ച് ആരായിരിക്കും? മറ്റൊരു സുവിശേഷം എന്തായിരിക്കും? അത് ആരായിരിക്കും അവിടെ പറഞ്ഞ കൊരിന്ത്യ സഭയിൽ പ്രശ്നം ഉണ്ടാക്കിയത്? നിങ്ങൾ തന്നെ ചിന്തിച്ചൊന്ന് കണ്ടെത്തുക. അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് 5 മിനിറ്റ് തരുന്നു. എന്നിട്ട് ഞാൻ തുടർന്ന് പറയുന്ന കാര്യങ്ങൾ കേൾക്കുക. എൻ്റെ കർത്താവ് നിങ്ങളുടെ ഹൃദയം തുറക്കട്ടെ, സത്യത്തിൻ്റെ പരിജ്ഞാനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയോടുകൂടെയാണ് ഞാൻ ഈ വിഷയം സമർപ്പിക്കുന്നത്. കാരണം ഇത് മറ്റു വിഷയങ്ങളെപ്പോലെ എന്തെങ്കിലും ചെറിയ തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന വിഷയമല്ല, വലിയ തർക്കങ്ങൾക്ക് കാരണമായിരിക്കുന്ന ഒരു വിഷയമാണ്. എന്നാലും ഇത് ലോകത്തോട് പറയാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാനത് വിളിച്ചു പറയുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളത് കേൾക്കുക, പഠിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആ കാലഘട്ടത്തിൽ സുവിശേഷം പ്രസംഗിക്കുന്നവരായിരിക്കുന്നവർ ആരൊക്കെയുണ്ട്? സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ സുവിശേഷം, യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നവർ ആരൊക്കെയുണ്ട്? നിങ്ങൾ കണക്കൂട്ടി വയ്ക്കേ. 1, 12 അപ്പോസ്തലന്മാരടങ്ങുന്ന 120 പേരുടെ സംഘമായിരിക്കുന്ന യെരുശലേമിലെ ആദ്യത്തെ കൂട്ടം. ഓക്കെ, അവരാണല്ലോ യേശുവിനെക്കുറിച്ച് പരിചയമുള്ളവരും 12 അപ്പോസ്തലന്മാർ യേശുവിനോട് കൂടെ നടന്നവരും പഠിച്ചവരുമാണ്. അപ്പോൾ അവരാണ് യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കാൻ സാധ്യത ഉള്ളൂ. രണ്ടാമത്തത് എന്ന് പറയുന്നത് പെന്തക്കോസ്ത് ദിനത്തിൽ യെരുശലേമിലെ സഭയിൽ വന്നുകൂടി, അതായത് റോമിൻ്റെയും മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും വന്നുകൂടിയ 15ഓളം രാജ്യങ്ങളിൽ നിന്ന് വന്നുകൂടിയ പെന്തക്കോസ്ത് ദിനത്തിൽ, പെന്തക്കോസ്ത് പെരുന്നാളിന് യെരുശലേമിൽ വന്നുകൂടിയ യഹൂദന്മാരുടെ സമൂഹം. അവർ ആരിൽ നിന്നാണ് യേശുവിനെക്കുറിച്ച് കേട്ട് അറിഞ്ഞ് പഠിച്ച്? അവർ 12 അപ്പോസ്തലന്മാരിൽ നിന്നാണ്. ഒന്നാമത്തെ പത്രോസിൻ്റെ പ്രസംഗമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, 2 അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ. അപ്പോൾ ആ വന്നുകൂടിയവർ ഇത് എന്തായിരിക്കും ഭയങ്കര ശബ്ദം മുഴക്കം എന്നോർത്ത് വന്നുകൂടിയപ്പോൾ അവർ കേട്ടത് 12 അപ്പോസ്തലന്മാരിൽ നിന്നാണ് ഈ യേശുവിനെക്കുറിച്ച് അവരാദ്യമായിട്ട് കേൾക്കുന്നത്, അവരറിയുന്നത്, ഈ സുവിശേഷം മനസ്സിലാക്കുന്നത്. അവർ കുറേ നാൾ അവരോട് കൂടെ പാർത്ത്, യെരുശലേമിൽ പാർത്ത്, ഈ 12 അപ്പോസ്തലന്മാരിൽ നിന്ന് ഉപദേശം കൈക്കൊണ്ട് അവരവരുടെ സ്ഥലങ്ങളിലേക്ക് പിരിഞ്ഞുപോയി. അപ്പോൾ രണ്ടാമത്തെ സാധ്യത ഞാൻ പറയുന്നത്, അതായത് യേശുവിനെക്കുറിച്ച് അന്ന് പ്രസംഗിക്കാൻ സാധ്യതയുള്ളവരുടെ രണ്ടാമത്തെ ലിസ്റ്റ്. 1, 12 അപ്പോസ്തലന്മാരടങ്ങുന്ന 120 പേരുടെ സംഘം. 2, പെന്തക്കോസ്ത് ദിനത്തിൽ പെരുന്നാളിൽ അവിടെ വന്നുകൂടിയതായിരിക്കുന്ന നാനാ രാജ്യങ്ങളിൽ നിന്ന് വന്നായിരിക്കുന്ന യഹൂദന്മാരുടെ സംഘം. അതൊക്കെ ജാതികളാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ പ്രചരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം ശ്രദ്ധയോടെ വായിച്ചു നോക്കുക. വല്ല 1, 2 അല്ലെങ്കിൽ 8, 10 യഹൂദ മതാനുസാരികളായ ജാതികൾ വന്നിട്ടുണ്ടെങ്കിൽ ആവാം. അതല്ലാതെ വന്നതല്ല, യഹൂദന്മാരാണ്. അതാദ്യം മനസ്സിലാക്കുക. കാരണം അത് യഹൂദന്മാരുടെ പെരുന്നാളാണ്, പെന്തക്കോസ്ത പെരുന്നാൾ. അവിടെ എന്ത് ജാതികൾക്ക് എന്ത് ബന്ധമിരിക്കുന്നു? അവിടെ വന്നതല്ല, യഹൂദന്മാരാണ്. അപൂർവം ചില യഹൂദ മതാനുസാരികളായിരിക്കുന്നവർ വന്നിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, അത് മനസ്സിലാക്കുക. മൂന്നാമത്തത് എന്താണ്? മൂന്നാമത്തത് സ്തേഫാനോസ് മുഖാന്തരം ഒരു വലിയ ഉപദ്രവം യെരുശലേമിലെ സഭയിൽ, സ്തേഫാനോസ് മുഖാന്തരമല്ല, സ്തേഫാനോസ് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊന്നല്ലോ യഹൂദന്മാരുടെ ശ്രേഷ്ഠന്മാർ. അത് മുഖാന്തരം, ആ സംഭവം മുഖാന്തരം യെരുശലേമിലെ സഭയിൽ വലിയൊരു കലക്കമുണ്ടായി. ആ കലക്കമുണ്ടായി കഴിഞ്ഞപ്പോൾ എന്തു സംഭവിച്ചു? അപ്പോസ്തലന്മാർ ഒഴികെയുള്ളവർ
യെരുശലേം വിട്ട് നാനാ സ്ഥലങ്ങളിലേക്കും ചിതറിപ്പോയി. എന്ന് പറഞ്ഞാൽ 1000, 10,000 കണക്കിന് 10,000-ൽ മേലെ അംഗങ്ങളെങ്കിലും യെരുശലേമിലെ സഭയിൽ അന്നേരം ഉണ്ടെന്ന് ഓർക്കണേ. അവരിൽ 12 അപ്പോസ്തലന്മാർ ഒഴികെയുള്ളവർ സ്തെഫാനോസ് നിമിത്തമുണ്ടായതായിരിക്കുന്ന ഉപദ്രവം ഹേതുവാൽ അവർ യെരുശലേമിൽ നിന്ന് പോയിടത്തെല്ലാം അവർ ക്രിസ്തുവിനെ പ്രസംഗിച്ചു. യെരുശലേമിലെ സഭയിൽ 12 അപ്പോസ്തലന്മാരിൽ നിന്ന് കേട്ട് പഠിച്ച ഉപദേശം ആ ചിതറിപ്പോയവർ പ്രസംഗിച്ചു എന്നുള്ളത് മനസ്സിലാക്കണം. ഇങ്ങനെ 3 കൂട്ടങ്ങളെ ഈ യേശുവിനെക്കുറിച്ച് അറിഞ്ഞിട്ടുള്ളൂ, യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കാൻ ഉള്ളൂ. ആ സന്ദർഭമാണ്, കാലഘട്ടമാണ്. ഇന്നത്തെ മാതിരി ആയിരക്കണക്കിന് സഭകളുമില്ല, ആയിരക്കണക്കിന് ഉപദേശവുമില്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം താഴേക്ക് നമ്മളിത് പഠിക്കാനായിട്ട്. ഇവരുടെ ഉപദേശം എന്തായിരിക്കാം? ഈ പോയതായിരിക്കുന്ന അല്ലെങ്കിൽ യെരുശലേം സഭയിൽ നിന്ന് പോയവരാകട്ടെ, 12 അപ്പോസ്തലന്മാരിൽ നിന്ന് കേട്ട് പഠിച്ചതായിരിക്കുന്ന പെന്തക്കോസ്ത് വന്നതായിരിക്കുന്ന ജനസമൂഹമായി ആകട്ടെ, ഇവരുടെ എല്ലാവരുടെയും ഉപദേശം എന്തായിരിക്കാം? അവരെവിടുന്ന ഈ ഉപദേശം പഠിച്ചത്? അവരെങ്ങനെയാണ് ഇത് ഗ്രഹിച്ചത്? നിങ്ങളത് മനസ്സിലാക്കണം. അവർ പഠിച്ചതും അവർ ഗ്രഹിച്ചതും 12 അപ്പോസ്തലന്മാർ എന്താണോ യെരുശലേമിലെ സഭയിൽ പഠിപ്പിച്ചത്, യെരുശലേമിലെ സഭയിൽ പ്രസംഗിച്ചത്, അതേ വിഷയം അവർ പഠിച്ചത്. അല്ലാതെ അവരോടെന്താ വേറെ ഏതെങ്കിലും സുവിശേഷമോ പ്രസംഗ വിഷയങ്ങളോ ഉപദേശങ്ങളോ അവർക്ക് വേറെ ആരെങ്കിലും കൊടുത്തില്ല. ഇത് ആരുമാകട്ടെ, ഈ 3 കൂട്ടരിൽ ആരായാലും ഇവർ പഠിച്ച സുവിശേഷം യെരുശലേമിലെ 12 അപ്പോസ്തലന്മാരടങ്ങുന്ന 120 പേരുടെ സംഘത്തിൽ നിന്ന് കേട്ട് പഠിച്ചതായിരിക്കുന്ന ആ ഉപദേശമാണ് ഇവർ കേട്ടതും പഠിച്ചതും മനസ്സിലാക്കിയതും. ആ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇവരെന്ത് ചെയ്തത്? യെരുശലേം വിട്ട് പല സ്ഥലത്തേക്കും ഈ കൂട്ടങ്ങൾ പോയത് എന്ന് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ ഉപദേശം, അതായത് ഈ മറ്റൊരു യേശുവിനെക്കുറിച്ചുള്ളായിരിക്കുന്ന ഉപദേശം, അങ്ങനെയുള്ളവർ ഈ ചിതറിപ്പോയവരാണല്ലോ. യെരുശലേമിൽ നിന്ന് ചിതറിപ്പോയി, യെരുശലേമിൽ നിന്ന് 12 അപ്പോസ്തലന്മാരെന്ന് കേട്ട് പഠിച്ച് യെരുശലേമിൽ നിന്ന് ചിതറിപ്പോയവരാണല്ലോ ഇത് പ്രസംഗിക്കാനായിട്ടുള്ളൂ, അല്ലേ? അപ്പോൾ നമുക്ക് ഈ പൗലോസ് ഈ പറയുന്ന വേറൊരു യേശു, വേറൊരു ഉപദേശം, അല്ലെങ്കിൽ വേറൊരു സുവിശേഷം, വേറൊരു ആത്മാവ് എന്നൊക്കെ പറയുന്നതായിരിക്കുന്ന ഈ കാര്യം പറയുവാനായിട്ടുണ്ടായിരുന്ന സാഹചര്യം എന്താണെന്നും കൂടെ തിരിച്ചറിയുമ്പോൾ ഈ പ്രചരിപ്പിച്ചവരാരാണ്, മറ്റൊരു യേശുവിനെ പ്രചരിപ്പിച്ചവരാരാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കഴിയും. നിങ്ങൾ ആ സന്ദർഭം ഒന്ന് നോക്കുക. ഈ വേദഭാഗം പറഞ്ഞായിരിക്കുന്ന സന്ദർഭം ഞാൻ വായിച്ചല്ലോ. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യമാണ് മറ്റൊരു യേശു, അതായത് ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ എന്നൊക്കെ പറയുന്ന വാക്യം. അപ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാനായിട്ടൊരു കാര്യം ചെയ്യാം. അതിൻ്റെ 1-ാമത്തെ വാക്യം തൊട്ട് അതിൻ്റെ 6-ാമത്തെ വാക്യം വരെ ആ സന്ദർഭം നമുക്കൊന്ന് വായിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഒരു അറിവ് കിട്ടും. എന്താ പറയുന്നത് പൗലോസ്? നിങ്ങൾ എൻ്റെ പക്കൽ അസാരം ബുദ്ധിഹീനത പുറത്തു കൊണ്ടാൽ കൊള്ളായിരുന്നു. അതേ, നിങ്ങൾ എന്നെ പുറത്തു കൊള്ളുന്നുവല്ലോ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ പൗലോസ് ഇവിടെ പറയുകയാണ്, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ ഞാൻ എരിയുകയാണ്. അത്രത്തോളം എനിക്ക് നിങ്ങളെക്കുറിച്ച് എരിവുണ്ട്. ഞാൻ ഭയപ്പെടുന്നു. എന്തിനാണ് ഭയപ്പെടുന്നത്? നിങ്ങളെ ഞാൻ ക്രിസ്തുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ക്രിസ്തുവിന് നിർമ്മല കന്യകയായി എന്നുള്ള വാക്കൊക്കെ എടുത്തിട്ട് സഭ മണവാട്ടിയാണെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. എന്തൊരു കഷ്ടമാണ്. ഇതിവിടെ അതൊന്നും അല്ല പറയുന്നത് പൗലോസ്. ഇവിടെ ഒരു പുരുഷന് ഒരു കന്യകയെ വിവാഹം നിശ്ചയം ചെയ്തു കൊടുത്താൽ ആ കന്യക ആ വിവാഹം നിശ്ചയിക്കപ്പെട്ടവന് വേണ്ടിയിട്ട് തന്നെ എത്രത്തോളം വിശുദ്ധിയോടും നിർമ്മലതയോടും കൂടെ സൂക്ഷിക്കണമോ അതുപോലെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതായിരുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളും ചതിക്കപ്പെട്ടു പോയോ, വഞ്ചിക്കപ്പെട്ടു പോയോ എന്ന് പറഞ്ഞാൽ വേറൊരു ഉപദേശം, വേറൊരു യേശുവിനെ പ്രസംഗിച്ചവരുടെ കൂടെ നിങ്ങൾ വീണുപോയോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന അവിടുത്തെ സന്ദർഭം. താഴേക്ക് നോക്കി അത് പറഞ്ഞിട്ട്, എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്നിട്ട് പറയാണ്, ഒരുത്തൻ വന്ന് ഞങ്ങൾ എങ്ങനെയാണ് വേറെ ഈ ചതിക്കപ്പെട്ടു പോകാൻ സാധ്യത? ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ
നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരാത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. ഇതാണ് അവിടുത്തെ വിഷയം. നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. എന്നിട്ട് പറയുകയാണ് 5-ാം വാക്യം, ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് നിരൂപിക്കുന്നു. ഞാൻ വാക്സാമർത്ഥ്യമില്ലാത്തവൻ എങ്കിലും പരിജ്ഞാനമില്ലാത്തവനല്ല. ഞങ്ങൾ അത് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും എല്ലാ വിധത്തിലും വെളിപ്പെടുത്തി തന്നിരിക്കുന്നുവല്ലോ. അപ്പോൾ ഇവിടെ പറയുകയാണ്, നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോയോ, സർപ്പം വഞ്ചിക്കപ്പെട്ടതുപോലെ വഞ്ചിക്കപ്പെട്ടു പോയോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കാരണം എന്താ? ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ നിങ്ങളുടെ ഇടയിൽ വന്ന് ആരോ പ്രസംഗിക്കുന്നു. അത് നിങ്ങൾ കേട്ട് നിങ്ങൾ അവർക്ക് വശംവദരായിത്തീരുന്നു. നിങ്ങൾ അവരുടെ ചതിയിൽ വീഴുന്നു. നിങ്ങൾ അവരാൽ ചതിക്കപ്പെട്ട് വഞ്ചിക്കപ്പെട്ടു പോകുന്നു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. പിന്നെ എന്താണ് താഴേക്ക് പറയാൻ, ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല. അതെന്തിനാണ് അവിടെ പറയുന്നത്? ഇതെന്തിനാണ് ഇവിടെ പറയുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ സന്ദർഭത്തിൽ യോജിക്കുന്നതാണോ ഈ വാക്ക്? അതേ, വളരെ കറക്റ്റായി യോജിക്കുന്ന ഈ വാക്ക്. ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് നിരൂപിക്കുന്നു. ഞാൻ വാക്സാമർത്ഥ്യമില്ലാത്തവൻ എങ്കിലും പരിജ്ഞാനമില്ലാത്തവനല്ല. ഞങ്ങളത് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും എല്ലാ വിധത്തിലും വെളിപ്പെടുത്തി തന്നിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ഇവരോട് വന്ന് സുവിശേഷം പറഞ്ഞവരാരാണെന്ന് കണ്ടെത്താൻ, ഈ മറ്റൊരു യേശുവിനെ പ്രസംഗിച്ചവരാരാണെന്ന് കണ്ടെത്താൻ ഏറ്റവും എളുപ്പം ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് പറയുന്നതായിരിക്കുന്ന ഈ വാക്കാണ്. എന്ന് പറഞ്ഞാൽ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരാരാ? അറിയാം, യെരുശലേമിലെ സഭയിലെ 12 അപ്പോസ്തലന്മാർ. അവരെക്കുറിച്ചാണ് ഈ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരെന്ന് പറയുന്നത്. ഞാൻ അവരെക്കാളും ഒട്ടും കുറഞ്ഞവനല്ല എന്ന് പൗലോസ് പറയുമ്പോൾ ഇവിടെ വന്ന് ഈ മറ്റൊരു യേശുവിനെ പ്രസംഗിച്ചവർ ഈ 12 അപ്പോസ്തലന്മാരിൽ നിന്ന് ഉപദേശം കേട്ട് പഠിച്ച യേശുവിനെയാണ് എവിടെ പ്രസംഗിക്കുന്നത്? ഈ കൊരിന്തിയ സഭയിൽ വന്ന് പ്രസംഗിച്ചത്. കൊരിന്ത്യരിൽ ഒരുപാട് പേരെ തകിടം മറിച്ച് കളഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് പൗലോസ് അവിടെ പറയുന്നത്, ഞാൻ ആ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരില്ലേ, അവരെക്കാൾ ഞാൻ ഒട്ടും കുറഞ്ഞവനല്ല. ഞാൻ വാക്ക് സാമർഥ്യമില്ലാത്തവനായിരിക്കാം എന്ന് പറഞ്ഞ വലിയ ഗംഭീര പ്രസംഗം നടത്താൻ എനിക്ക് കഴിവില്ലായിരിക്കാം. എന്നാൽ ഞാൻ വാക്ക് സാമർഥ്യമില്ലാതെ എങ്കിലും പരിജ്ഞാനമില്ലാത്തവനല്ല. ഞങ്ങളതല്ല ഇപ്പോഴും നിങ്ങൾക്ക് തെളിയിച്ച് തന്നിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് അത് കണ്ടെത്താം. എന്താ കണ്ടെത്താൻ പറ്റുന്നത്? ഒന്നുകിൽ പെന്തക്കോസ്ത് ദിനത്തിൽ അവിടെ വന്നുകൂടി യെരുശലേമിലെ 12 അപ്പോസ്തലന്മാരിൽ നിന്ന് യേശുവിനെക്കുറിച്ചും ന്യായപ്രമാണം അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ ഉപദേശം കേട്ട് പഠിച്ചവരായിരിക്കുന്നവർ അതിനുശേഷം പെന്തക്കോസ്ത് ദിനമെല്ലാം കഴിഞ്ഞ് കുറേ നാൾ അവിടെ കൂടിയതിന് ശേഷം തിരിച്ചു പോയപ്പോൾ അവരാലാണ് കൊരിന്ത് സഭയിൽ ഈ ഉപദേശം, ഈ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളായിരിക്കുന്ന ഉപദേശം വ്യാപരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതല്ലെങ്കിൽ സ്തേഫാനോസ് മുഖാന്തരം ഉണ്ടായിരിക്കുന്ന പ്രശ്നം മുഖാന്തരം യെരുശലേമിലെ സഭയിൽ ഉണ്ടായതായിരിക്കുന്ന കലക്കം കൊണ്ട് അപ്പോസ്തലന്മാർ ഒഴികെയുള്ളവർ പല ദേശങ്ങളിലേക്കും ചിതറിപ്പോയില്ലേ, അവരിൽ നിന്നായിരിക്കാം ഈ ഉപദേശം കൊരിന്ത് സഭയിൽ കേൾക്കാൻ കാരണമായി തീർന്നത് എന്ന് മനസ്സിലാക്കണം. എങ്ങനെയാണെങ്കിലും ഇനി ഈ 2 കൂട്ടരിൽ ആരാണെങ്കിലും അവർ യേശുവിനെയാണ് പ്രസംഗിക്കുന്നത്. ഇവർ പ്രസംഗിക്കുന്നത് ഇവരുടെ പ്രസംഗം പഠിച്ചത് ഇവിടുന്ന് 12 അപ്പോസ്തലന്മാരിൽ നിന്ന്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് പൗലോസ് സ്ഥാപിക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്കത് മനസ്സിലാകും. അപ്പോൾ യെരുശലേമിലെ സഭയിലെ ഉപദേശമാണ് ഇവിടെ വേറൊരു സുവിശേഷം എന്ന് പറഞ്ഞത്. 12 അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതായിരിക്കുന്ന ഉപദേശത്തെയാണ് ഇവിടെ വേറൊരു സുവിശേഷം എന്ന് പറഞ്ഞത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് അതിൻ്റെ തുടർന്ന് താഴേക്ക് വായിക്കുമ്പോൾ നോക്കിയേ, അതിൻ്റെ താഴത്തെ വാക്യങ്ങൾ 12-ാം വാക്യം തൊട്ട് ഞാനൊന്ന് വായിക്കാമേ. എന്നെ നിന്ദിപ്പാൻ കാരണം അന്വേഷിക്കുന്നവർക്ക് കാരണം അറുത്ത് കളയേണ്ടതിന് ഞാൻ ചെയ്യുന്നത് മേലാലും ചെയ്യും. അവർ പ്രശംസിക്കുന്ന കാര്യത്തിൽ ഞങ്ങളെപ്പോലെ അവരെ കാണട്ടെ. അവർ പ്രശംസിക്കുന്ന കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ആര് പ്രശംസിക്കുന്ന കാര്യത്തിൽ? ഈ കൊരിന്ത് സഭയിൽ വന്ന് പ്രസംഗിച്ച മറ്റൊരു യേശുവിനെ പ്രസംഗിച്ച അവർ പ്രശംസിക്കുന്നുണ്ട്. അവരെന്ത് പറഞ്ഞായിരിക്കാം പ്രശംസിക്കുന്നത്? നിങ്ങൾ തന്നെ ഊഹിച്ചു നോക്കിയേ. പ്രശംസിക്കുന്ന കാര്യം എന്താ? ഞങ്ങൾ കേട്ടതും പഠിച്ചതുമായിരിക്കുന്ന സുവിശേഷം എന്ന് പറയുന്നത് 3.5 കൊല്ലം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ നടന്ന് യേശു ക്രിസ്തു തനിക്ക് വേണ്ടി വേർതിരിച്ച
അപ്പോസ്തലന്മാരിൽ നിന്ന് ഞങ്ങൾ കേട്ട് പഠിച്ചതും അവരാൽ അയക്കപ്പെട്ടവരുമാണ് ഞങ്ങൾ. ഞാൻ വിശ്വസിക്കുന്നത് ഇത് സ്തെഫാനോസ് നിമിത്തമുണ്ടായ ഉപദ്രവം കൊണ്ട് ചെതറിപ്പോയവരായിരിക്കാൻ സാധ്യതയില്ല ഈ കൊരിന്ത്യ സഭയിൽ പ്രശ്നമുണ്ടാക്കിയത്. ഇത് പെന്തക്കോസ്ത് ദിനത്തിൽ അവിടെ വന്നുകൂടിയ 12 അപ്പോസ്തലന്മാരിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിച്ച് പഠിച്ച് പുറത്തു പോയവരാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അവർ എന്താണ് പ്രസംഗിച്ചത്? ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നേരിട്ടുള്ള വിളിയാൽ വിളിക്കപ്പെട്ടതായിരിക്കുന്ന അപ്പോസ്തലന്മാരിൽ നിന്ന് ഞങ്ങൾ കേട്ട് പഠിച്ച, ഞങ്ങൾ അനുസരിച്ച, ഞങ്ങൾ വിശ്വസിക്കുന്ന ആ സുവിശേഷമാണ് നിങ്ങൾ പറയുന്നത്. ആ 12 പേരാണ് യേശു ക്രിസ്തുവിൻ്റെ യഥാർത്ഥ അപ്പോസ്തലന്മാർ. നിങ്ങൾ പറയുന്നതായിരിക്കുന്ന ഈ പൗലോസ് അല്ല ആ യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലൻ. ആ 12 പേരെയാണ് കർത്താവ് വിളിച്ചിട്ടുള്ളൂ എന്ന് ഇവർ പറഞ്ഞിരിക്കാം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ അതിശ്രേഷ്ഠതയുള്ള ആ 12 അപ്പോസ്തലന്മാരെക്കാൾ, 12 അപ്പോസ്തലന്മാർന്ന് അവിടെ എഴുതിയിട്ടില്ല, അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരെക്കാൾ ഞാൻ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഇവിടെ പറയുന്നത് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് പറയാണ്, എന്നെ നിന്ദിപ്പാൻ കാരണം അന്വേഷിക്കുന്നവർക്ക് കാരണം അറുത്ത് കളയേണ്ടതിന് ഞാൻ ചെയ്യുന്നത് മേലാലും ചെയ്യും. അവർ പ്രശംസിക്കുന്ന കാര്യത്തിൽ, ഈ വന്ന് പറഞ്ഞവർ പ്രശംസിക്കുന്ന കാര്യത്തിൽ, അവർ പ്രശംസിക്കുന്നത് ഈ ഒരു കാര്യത്തിലാണ്. 12 അപ്പോസ്തലന്മാർ നേരിട്ട് കർത്താവിൻ്റെ അപ്പോസ്തലന്മാരാണ്. അവരിൽ നിന്ന് ഞങ്ങൾ നേരിട്ട് കേട്ട് പഠിച്ചതാണ്. അതാ അവരുടെ പ്രശംസ. അവർ പ്രശംസിക്കുന്ന കാര്യത്തിൽ ഞങ്ങളെപ്പോലെ അവരെ കാണട്ടെ. ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ. ഈ 12 അപ്പോസ്തലന്മാരെക്കുറിച്ച് അല്ലാട്ടോ ഈ കള്ള അപ്പോസ്തലന്മാർ എന്ന് പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ വേറൊരു സുവിശേഷത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ചിലർ പറഞ്ഞു, നിങ്ങളങ്ങനെ പറഞ്ഞു വരുമ്പോൾ 12 അപ്പോസ്തലന്മാർ കള്ള അപ്പോസ്തലന്മാരായി എന്ന് വരുന്നില്ലയോ എന്ന് എന്നോട് ചോദിക്കുകയുണ്ടായി. അല്ലല്ല, അത് നിങ്ങൾ മനസ്സിലാക്കുന്നതിൻ്റെ ഒരു കുഴപ്പമാണ്. ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ എന്ന് പറഞ്ഞാൽ, അപ്പോസ്തലൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? ഒരു ദൗത്യം ഏൽപ്പിക്കപ്പെട്ട് അതിന് വേണ്ടിയിട്ട് അയക്കപ്പെടുന്ന വ്യക്തികളെയാണ് അപ്പോസ്തലന്മാർ എന്ന് പറയുന്നത്. അപ്പോസ്തലൻ എന്ന വാക്കിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവനെന്നേ ഉള്ളൂ. അപ്പോൾ കൊരിന്ത് സഭയിൽ വന്ന് ഈ ദുരുപദേശം പഠിപ്പിച്ചതായിരിക്കുന്ന, അല്ലെങ്കിൽ തെറ്റായിരിക്കുന്ന ഉപദേശം, പൗലോസ് പറഞ്ഞ ഉപദേശത്തിന് വിരുദ്ധമായിരിക്കുന്ന ഉപദേശം പഠിപ്പിച്ചതായിരിക്കുന്നവരെയാണ് ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപട വേലക്കാർ, ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. കപട വേലക്കാർ ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. അത് ആശ്ചര്യവുമല്ല. സാത്താൻ താനും വെളിച്ച ദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ. ആകയാൽ അവൻ്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല. അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തതായിരിക്കും. അയ്യോ, എന്തോ ഒരു ശക്തമായ വാക്കുകളാണ് പൗലോസ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? അവരുടെ അവസാനം, അവർ കള്ള അപ്പോസ്തലന്മാരാണ്, അവർ ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഇവിടെ പറഞ്ഞത്. ആകയാൽ അവൻ്റെ ശുശ്രൂഷക്കാർ, ആരുടെ? ഈ സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ. ആകയാൽ സാത്താൻ്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല. അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്കൊത്തതായിരിക്കും. ആ കൊരിന്ത്യ സഭയിൽ വന്ന് ആരാണെങ്കിലും മറ്റൊരു യേശുവിനെ പ്രസംഗിച്ച, മറ്റൊരു സുവിശേഷം പ്രസംഗിച്ചവരെക്കുറിച്ച് പൗലോസ് പറയുന്നത് അവർ സാത്താൻ്റെ അപ്പോസ്തലന്മാരാണെന്നാണ്. അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തതായിരിക്കും എന്നാണ് പറയുന്നത്, അല്ലേ? എത്ര കഠിനമായിട്ടാണ് പൗലോസ് ഇവരെ ശാസിക്കുന്നത്, ഇവരെ കുറ്റപ്പെടുത്തുന്നത്. നിങ്ങളൊന്നും മനസ്സിലാക്കി നോക്കൂ. എന്താണേലും ഇവർ പറഞ്ഞതായിരിക്കുന്ന കാര്യം എന്താണ്? ഞങ്ങളപ്പോൾ 12 അപ്പോസ്തലന്മാരിൽ നിന്ന് നേരിട്ട് പ്രാപിച്ചിട്ട് വന്നിട്ടാണ് പറയുന്നത്. ആ വന്ന് പറഞ്ഞവരെയാണ് ഈ കള്ള അപ്പോസ്തലന്മാർ എന്ന് പറഞ്ഞാൽ 12 അപ്പോസ്തലന്മാരെ അല്ല. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, നിങ്ങളത് ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഈ കൊരിന്ത് സഭയെ തെറ്റിച്ച് കളഞ്ഞവരെക്കുറിച്ചാണ് ഇത് പറയുന്നത് എന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. ഇത് വന്ന് പറഞ്ഞവരാരാണെന്ന് നമുക്കൊന്നും കൂടെ ഒന്ന് നോക്കാം. അതിൻ്റെ തന്നെ അതായത് ഇതേ 11 അധ്യായം, ഈ കൊരിന്ത്യ ലേഖനം 11 അധ്യായം, അതിൻ്റെ 18 മുതലുള്ളായിരിക്കുന്ന വാക്യങ്ങൾ നിങ്ങളൊന്നും കൂടി നോക്കിയേ. ഇത് വന്ന് പറഞ്ഞവരാരാണ്, എങ്ങനെയുള്ളവരാണെന്ന് കുറച്ചും കൂടെ വിശദമാക്കി തരാനാണ്. വീഡിയോയുടെ ദൈർഘ്യം കൂടിയാലും നിങ്ങളത് മുഴുവൻ കേൾക്കണം. പലരും, അതിൻ്റെ 12 വാക്യം, പലരും ജഡപ്രകാരം പ്രശംസിക്കിയാൽ ഞാനും പ്രശംസിക്കും എന്ന് പറഞ്ഞാൽ, ഈ മറ്റൊരു യേശുവിനെ പ്രസംഗിക്കാൻ ഇവിടെ വന്നവരൊക്കെ ജഡപ്രകാരം പ്രശംസിക്കുന്നവരാണ്.
പലരും ജഡപ്രകാരം പ്രശംസിക്കിയാൽ ഞാനും പ്രശംസിക്കും. നിങ്ങൾ ബുദ്ധിമാന്മാർ ആകയാൽ ബുദ്ധിഹീനരെ സന്തോഷത്തോടെ പുറത്തുകൊള്ളുന്നുവല്ലോ. നിങ്ങളെ ഒരുവൻ അടിമപ്പെടുത്തിയാലും, ഒരുവൻ തിന്നുകളഞ്ഞാലും, ഒരുവൻ പിടിച്ചുകൊണ്ടു പോയാലും, ഒരുവൻ അഹങ്കരിച്ചാലും, ഒരുവൻ നിങ്ങളെ മുഖത്തടിച്ചാലും നിങ്ങൾ പൊറുക്കുന്നുവല്ലോ. അതിൽ ഞങ്ങൾ ബലഹീനരായിരുന്നു എന്ന് ഞാൻ മാനം കേട്ട് പറയുന്നു എന്ന് പറഞ്ഞാൽ ആ കൊരിന്ത്യരോട് പറയുകയാണ്, പലരും നിങ്ങളുടെ അടുക്കൽ വന്ന് ഈ പ്രസംഗിക്കുന്നവരെല്ലാവരും ജഡപ്രകാരം പ്രശംസിക്കുന്നവരാണ്. കാരണം അവർ ജഡപ്രകാരം പ്രശംസിക്കുന്ന കാരണം എന്താണെന്ന് ഞാൻ താഴേക്ക് പറയാം. പലരും ജഡപ്രകാരം പ്രശംസിക്കിയാൽ ഞാനും ജഡപ്രകാരം പ്രശംസിക്കും. നിങ്ങൾ ബുദ്ധിമാന്മാരാകിയാൽ ബുദ്ധിഹീനരെ സന്തോഷത്തോടെ എന്ന് പറഞ്ഞാൽ ഈ വന്ന് പറയുന്നവർ ആണെങ്കിലും നിങ്ങൾ അവരെ സന്തോഷത്തോടെ സഹിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്കത് സഹിക്കാനുള്ളായിരിക്കുന്ന മനസ്സുണ്ടല്ലോ. ബുദ്ധിമാന്മാരാകയാൽ ബുദ്ധിഹീനരെ സന്തോഷത്തോടെ പൊറുക്കുന്നുവല്ലോ. നിങ്ങളെ ഒരുവൻ അടിമപ്പെടുത്തിയാലും, ആരാ അടിമപ്പെടുത്തിയേ? ഈ വന്ന് മറ്റൊരു യേശുവിനെ പ്രസംഗിച്ചവർ ഈ കൊരിന്ത്യരിൽ നിന്ന് പൗലോസിൻ്റെ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടവരിൽ നിന്ന് പലരെയും തെറ്റിദ്ധരിപ്പിച്ച് മറ്റൊരു ഉപദേശത്തിലേക്ക് കൊണ്ടുപോയി, മറ്റൊരു സുവിശേഷത്തിലേക്ക് കൊണ്ടുപോയി. അതാ അടിമപ്പെടുത്തുക എന്ന് പറഞ്ഞ്. നിങ്ങളെ ഒരുവൻ അടിമപ്പെടുത്തിയാലും ഒരുവൻ തിന്നു കളഞ്ഞാലും എന്ന് പറഞ്ഞാൽ നിങ്ങളെ ശരിക്കും ആഹരിച്ചു, നിങ്ങളെ വശീകരിച്ച് നിങ്ങളെ ഇല്ലായ്മ ചെയ്തു. അതാണ് പറയുന്നത്. നിങ്ങളെ ഒരുവൻ തിന്നു കളഞ്ഞാലും ഒരുവൻ പിടിച്ചുകൊണ്ടുപോയാലും. ഈ പൗലോസിൻ്റെ സത്യസുവിശേഷത്തിൽ നിന്ന് കൊരിന്ത്യ സഭയിലെ ചിലരെ എന്ത് ചെയ്തു? ഈ വന്ന് 12 അപ്പോസ്തലന്മാരുടെ നേതൃത്വത്തിൽ വന്നവരാണ് എന്ന് പറഞ്ഞതായിരിക്കുന്ന ഈ കള്ള അപ്പോസ്തലന്മാർ അവരുടെ ഉപദേശത്തിലേക്ക് വലിച്ചുകൊണ്ടുപോയി. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നിങ്ങളെ ഒരുവൻ പിടിച്ചുകൊണ്ട് പോയാലും, ഒരുവൻ അഹങ്കരിച്ചാലും, ഒരുവൻ നിങ്ങളെ മുഖത്തടിച്ചാലും നിങ്ങൾ പൊറുക്കുന്നുവല്ലോ. ഇങ്ങനെ വരുന്നവരൊക്കെ ഭയങ്കര അഹങ്കാരത്തോടെ വരുന്നത്. യേശുക്രിസ്തുവിനാൽ നേരിട്ട് അപ്പോസ്തലത്വം പ്രാപിച്ച 12 അപ്പോസ്തലന്മാരിൽ നിന്ന് പഠിച്ചവരാണ് ഞങ്ങൾ. യെരുശലേമിലെ പെന്തക്കോസ്ത് ദിനത്തിൽ ഞങ്ങളത് കേട്ട് മനസ്സിലാക്കിയതാണ്. അവിടെ നിന്ന് ഞങ്ങൾ തുടർന്ന് അവിടെ ഇരുന്ന് പഠിച്ചവരാണ്. അങ്ങനെയുള്ളായിരിക്കുന്ന അവരിൽ നിന്ന് നിയോഗം പ്രാപിച്ച് ഞങ്ങൾ പോകുന്ന ദേശത്തൊക്കെയും ഈ സുവിശേഷം പ്രസംഗിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ് എന്നവരെ അഹങ്കരിക്കുന്നവരാണ്. അതാണ് അവിടെ പറയുന്നത്. ഒരുവൻ അഹങ്കരിച്ചാലും ഒരുവൻ നിങ്ങളെ മുഖത്തടിച്ചാലും നിങ്ങൾ പൊറുക്കുന്നുവല്ലോ. ഇതെല്ലാം നിങ്ങൾ സഹിക്കുന്നുണ്ടല്ലോ എന്നാണ് പൗലോസ് പറയുന്നത്. എന്നിട്ട് പൗലോസ് പറയാം, അതിൽ ഞങ്ങൾ ബലഹീനരായിരുന്നു എന്ന് ഞാൻ മാനം കെട്ട് പറയുന്നു. നോക്കിയ പൗലോസിനൊന്നും അതിനകത്ത് സഹിക്കാനായിട്ട് പറ്റുകയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളായിരിക്കുന്ന പൗലോസിന് വെളിപ്പെട്ടതായിരിക്കുന്ന, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൂടെ പറഞ്ഞു, പൗലോസിന് വെളിപ്പെട്ടായിരിക്കുന്ന സുവിശേഷം മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലും അല്ല, യേശു ക്രിസ്തുവിനാൽ അത്ര നേരിട്ടാണ് സുവിശേഷം വെളിപ്പെട്ടത്. അതുകൊണ്ട് പൗലോസിന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല, 101% ഉറപ്പാണ് ആ സുവിശേഷത്തിന് വിപരീതമായി ആരെന്ത് പറഞ്ഞാലും അവൻ ശപിക്കപ്പെട്ടവൻ, അവൻ ശിക്ഷാവിധി ചുമക്കും. അവൻ അതിനേക്കാളും നല്ലത് അങ്ങനെ പറയുന്നവൻ അംഗച്ഛേദം ചെയ്തു കൊള്ളുന്നതാണ് നല്ലത്. ഗലാത്യ സഭയിൽ പറയുന്ന കാര്യമാണ്. അതേ കാര്യം അവിടെ പറയുന്നത്, നിങ്ങൾ സഹിക്കുന്ന മാതിരി സഹിക്കുകയില്ല, തെറ്റായ ഉപദേശം ഞങ്ങൾ പൊറുക്കുകയില്ല, ഞങ്ങൾക്കത് സഹിക്കാനായിട്ട് പറ്റുകയില്ല, നിങ്ങൾ ക്ഷമയുള്ളവരാണ്, നിങ്ങളിതൊക്കെ പൊറുക്കുന്നുണ്ടല്ലോ എന്നാണ് അവിടെ പറഞ്ഞത്. അത് നോക്കുക. എന്നിട്ട് താഴെ പറയാണ്, നിങ്ങൾ പൊറുക്കുന്നുവല്ലോ, അതിൽ ഞങ്ങൾ ബലഹീനരായിരുന്നു എന്ന് ഞാൻ മാനം കെട്ട് പറയുന്നു. എന്നാൽ ആരെങ്കിലും ധൈര്യപ്പെടുന്ന കാര്യത്തിൽ ഞാൻ ബുദ്ധിഹീനനായി പറയുന്നു. ആരെങ്കിലും ധൈര്യപ്പെടുന്ന കാര്യത്തിൽ ധൈര്യപ്പെടുന്നതില്ല. ഞങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഞങ്ങൾ യഹൂദന്മാരാണ്, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി. ഈ വന്ന് ഉപദേശം പഠിപ്പിച്ചവർ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണോ? താഴേക്ക് വായിച്ചാൽ മതി. ഞങ്ങൾ യഹൂദന്മാരാണ്, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതികളാണ്, ഞങ്ങൾ എബ്രായരാണ്, ഞങ്ങൾ 12 അപ്പോസ്തലന്മാരിൽ നിന്ന് നേരിട്ട് നിയോഗം പ്രാപിച്ചവരാണ്. ഞങ്ങൾ നിങ്ങളോട് പറയുന്ന സുവിശേഷം ക്രിസ്തു യേശു പെന്തക്കോസ്ത് ദിനത്തിൽ യെരുശലേമിൽ കൂടിയിരുന്നവർക്ക് വെളിപ്പെടുത്തി കൊടുത്തായിരിക്കുന്ന അവർ പ്രസംഗിച്ച സുവിശേഷമാണ്. അതാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ആരെങ്കിലും ധൈര്യപ്പെടുന്ന കാര്യത്തിൽ ഞാൻ ബുദ്ധിഹീനനായി പറയുന്നു, ഞാനും ധൈര്യപ്പെടുന്നു. എന്നിട്ട് അവർ പറയുന്ന ആ കാര്യത്തെക്കുറിച്ച് എടുത്തു പറയാണ്, അവർ എബ്രായരോ? ആര്? ഈ കൊരിന്ത്യ സഭയിലെ വേറൊരു യേശുവിനെ പ്രസംഗിച്ചവർ എബ്രായരോ? ഞാനും അതെ. പൗലോസ് പറയാം, ഞാനും അതെ. അവർ ഇസ്രായേല്യരോ? ഞാനും അതെ. അവർ അബ്രഹാമിൻ്റെ സന്തതിയോ? ഞാനും അതെ. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരോ? അവർ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരോ? അംഗീകരിക്കുന്നുണ്ട് പൗലോസ്, ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരാണ്. അല്ലാതെ അവർ വേറെ ഒരു കാര്യമൊന്നും അല്ല അവർ ചെയ്യുന്നത്. അവർ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരാണെന്ന് അംഗീകരിക്കുന്നുണ്ട്. അവർ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരോ? ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു, ഞാൻ അധികം
ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു, ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടി കൊണ്ട് പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദന്മാരാൽ ഞാൻ 1 കുറയെ 40 അടി 5 വട്ടം കൊണ്ട്, 3 വട്ടം കോലിനാൽ അടി കൊണ്ട്, ഒരിക്കൽ കല്ലേറ് കൊണ്ട്, 3 വട്ടം കപ്പച്ചേത്തിലാവപ്പെട്ട്, 1 രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദേവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കും ഉണ്ടായിരുന്നു. എന്തിനാ പൗലോസ് തന്നെക്കുറിച്ച് ശ്ലാഘിക്കുന്നത്, തന്നെക്കുറിച്ച് പറയുന്നത്, തന്നെക്കുറിച്ച് ഈ പുകഴ്ത്തി പറയുന്നത്? പ്രശംസയ്ക്ക് വേണ്ടിയിട്ടാണോ? പൗലോസ് പറഞ്ഞു, നിങ്ങളുടെ പ്രശംസ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ആരും എന്നെ ബുദ്ധിഹീനെന്ന് വിചാരിക്കരുതെന്ന് ഞാൻ പിന്നെയും പറയുന്നു. വിചാരിച്ചാലോ, ഞാനും അല്പം പ്രശംസിക്കേണ്ടതിന് ബുദ്ധിഹീനെ പോലെയെങ്കിലും എന്നെ കൈക്കൊള്ളുവിൻ. എത്ര വേദനയോടെ പൗലോസ് പറയുന്നതെന്ന് അറിയാമോ? ഇവിടെ പറഞ്ഞതായിരിക്കുന്ന കാര്യം എന്താ അറിയാമോ? ഈ കൊരിന്തിലെ സഭയിൽ മറ്റൊരു യേശുവിനെ പ്രസംഗിച്ച, മറ്റൊരു സുവിശേഷം പ്രസംഗിച്ച, മറ്റൊരു ആത്മാവിനെ അവർക്ക് ലഭിക്കാൻ തക്കവണ്ണം കാരണമാക്കിയ, പൗലോസിൻ്റെ ഭാഷയിലാണ് ഞാൻ പറയുന്നത്, ആ കാരണമാക്കിയ ദുരുപദേശകന്മാർ എന്താ അവകാശപ്പെടുന്നത് അറിയാമോ? അവർ പ്രശംസിക്കുകയാണ്, ഞങ്ങൾ 12 അപ്പോസ്തലന്മാരിൽ നിന്ന് പഠിച്ചവർ, ഞങ്ങൾ യെരുശലേം സഭയിൽ അംഗമായിരുന്നവർ, ഞങ്ങൾ എബ്രായർ, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതികൾ, ഞങ്ങൾ യഹൂദന്മാർ. അവിടെ ഒരുപാട് കാര്യങ്ങളല്ലേ പറയുന്നത്, ഒരുപാട് കാര്യങ്ങൾ, ഞാൻ അതിലേക്ക് ഇനി പോകുന്നില്ല. അതെല്ലാം പറഞ്ഞപ്പോൾ പൗലോസ് പറഞ്ഞു, ഞാനുമതെ അവർ പ്രശംസിക്കുന്ന കാര്യത്തിൽ ഞാൻ ഒട്ടും കുറഞ്ഞവനല്ല, ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരേക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? കൊരിന്ത് സഭയിൽ മറ്റൊരു യേശുവിനെ പ്രസംഗിച്ചവരാരാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ആ മറ്റൊരു യേശുവിനെ പ്രസംഗിച്ചത് യെരുശലേം സഭയിലെ ഉപദേശപ്രകാരം അത് കേട്ട് പഠിച്ചവരായിരിക്കുന്നവർ, ആ പെന്തക്കോസ്തിനത്തിൽ വന്നുകൂടിയവർ, ഈ കൊരിന്ത് സഭയിൽ പൗലോസിൻ്റെ സുവിശേഷം കേട്ട് വിശ്വസിച്ചവരായിരിക്കുന്നവരുടെ അടുക്കൽ വന്ന്, പൗലോസ് അല്ല അപ്പോസ്തലൻ, പൗലോസിനെ ആരും തിരഞ്ഞെടുത്തിട്ടില്ല, പൗലോസ് ഒരു കള്ളനാണ്, പൗലോസിനെ ആരും തിരഞ്ഞെടുത്തിട്ടില്ല, ഞങ്ങൾ 12 അപ്പോസ്തലന്മാരുടെ നേരിട്ടുള്ള ശിഷ്യന്മാരാണ്, ഞങ്ങൾ കേട്ട സുവിശേഷം ഇതാണ്, ഈ യേശുവിനെയാണ് ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുന്നത് എന്ന് പറഞ്ഞ് യെരുശലേമിലെ സഭയിൽ പ്രചരിപ്പിക്കപ്പെട്ടതായിരിക്കുന്ന സുവിശേഷം, അതായത് യേശു മറ്റൊരു യേശു എന്ന് പറഞ്ഞാൽ വേറൊരു യേശു ഇല്ല, ഒരേശുവേ ഉള്ളൂ. ഈ യേശുവിൻ്റെ 2 സുവിശേഷമാണിത്. ഇത് നിങ്ങൾ മനസ്സിലാക്കാത്തിടത്തോളം കാലം നിങ്ങൾക്കിത് തിരിച്ചറിയാൻ പറ്റുകയില്ല. ഏതാ? യെരുശലേമിലെ സഭയുടെ സുവിശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവർക്ക് പറയാൻ കൊടുത്ത സുവിശേഷമാണ്. ഏത് സുവിശേഷം? രാജ്യത്തിൻ്റെ സുവിശേഷം. അതായത് യഹൂദന്മാരുടെ വക്താക്കളാണ്, യഹൂദന്മാർക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരായി ഈ 12 അപ്പോസ്തലന്മാർ. അവർ പറയേണ്ടതായിരിക്കുന്ന സുവിശേഷം, രാജ്യം സമീപിച്ചു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് അനുതപിച്ചാൽ നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ടവനെ വീണ്ടും അവൻ പിതാവായ ദൈവം അയച്ചു തരും, നിങ്ങളുടെ രാജ്യം യഥാസ്ഥാനത്താകും, മാനസാന്തരപ്പെടുവിൻ എന്ന അവരുടെ പ്രസംഗം. അത് യേശുവിൻ്റെ സുവിശേഷം തന്നെയാണ്, പക്ഷെ അത് വേറൊരു സുവിശേഷമാണ്, അത് മറ്റൊരു സുവിശേഷമാണ്. എന്താണ്? ഞങ്ങളൊക്കെ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ കുറ്റപ്പെടുത്താം, ആക്ഷേപിക്കാം, പക്ഷെ സത്യം തിരിച്ചറിയുമ്പോഴും ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. എന്നാൽ അവർ പ്രസംഗിക്കുന്ന സുവിശേഷത്തിൽ ക്രൂശിലൂടെ ഉള്ളതായിരിക്കുന്ന രക്ഷയല്ല അവർ പ്രസംഗിക്കുന്നത്. അവർ സുവിശേഷിക്കുന്നത് 3.5 വർഷം അല്ലെങ്കിൽ 3.5 വർഷം യെരുശലേമിൻ്റെ വീഥികളിലൂടെ നടന്ന് തലങ്ങും വിലങ്ങും നടന്ന് രോഗികളെ സൗഖ്യമാക്കി അത്ഭുതങ്ങളും അതിശയങ്ങളും അടയാളങ്ങളും ചെയ്ത് 12 അപ്പോസ്തലന്മാരെയും കൂടെയുള്ള ശിഷ്യന്മാരെയും പ്രബോധിപ്പിച്ചതായിരിക്കുന്ന ആ പുതിയ നിയമത്തിൻ്റെ ഉപദേശമാണ് എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിൻ്റെ ഉപദേശ സംഹിത. ഇതൊക്കെ മുൻ വീഡിയോകളിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. കർത്താവ് പറഞ്ഞത് ന്യായപ്രമാണത്തിൽ നിന്ന് വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും നീങ്ങിപ്പോകുകയില്ലെന്ന് പറഞ്ഞ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുവോളം. അതുകൊണ്ട് ഈ ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു ചെറിയ കൽപ്പനയെങ്കിലും അഴിക്കുകയും മനുഷ്യനെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗ്ഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിൽ
അതാ സ്വർഗരാജ്യം, ദൈവരാജ്യം എന്ന് പറയുന്നത്. ദൈവരാജ്യം ആ 1000 അടിലേക്ക് കടക്കാൻ പോവുക. അതിൽ ഈ ന്യായപ്രമാണത്തിൻ്റെ ഉപദേശത്തിൽ ഒരു ചെറുതെങ്കിലും അഴിക്കുകയും അങ്ങനെ മനുഷ്യരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ഏറ്റവും ചെറുവനെന്ന് വിളിക്കപ്പെടും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു 3.5 വർഷം സുവിശേഷിച്ചത് തെറ്റാണോ? അല്ല. അത് മനസ്സിലാക്കുക. നമ്മുടെ കർത്താവ് പഠിപ്പിച്ചതായിരിക്കുന്ന കാര്യം എന്താണെന്നറിയാവോ? ഹൃദയങ്ങളിൽ എഴുതി കൊടുത്തായിരിക്കുന്ന ന്യായപ്രമാണം, അതിൻ്റെ അന്തസത്തയാണ് പഠിപ്പിച്ചത്. ആ ന്യായപ്രമാണമാണ് ഉപദേശിച്ചത്. ആ ന്യായപ്രമാണ പ്രകാരമാണ് കർത്താവ് രക്ഷയ്ക്ക് ആഹ്വാനം ചെയ്തത്. ഒരു ശാസ്ത്രിയും ഒരു ചെറുപ്പക്കാരനും ഒക്കെ വന്നിട്ട് രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം കർത്താവേ എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പകരം കാൽവരി കുരിശിൽ യാഗമായി തീരും, എന്നെ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം എന്നുള്ള സുവിശേഷം അല്ല പ്രസംഗിച്ചത്. ന്യായപ്രമാണത്തിൽ എന്തെഴുതിയിരിക്കുന്നു, നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു, അത് ചെയ്യാനാണ് അവരോടൊക്കെ പറഞ്ഞത്. അതെന്താ കർത്താവ് അങ്ങനെ പഠിപ്പിച്ചത്? അത് രാജ്യത്തിൻ്റെ സുവിശേഷമാണ്. അത് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം. യഹൂദന്മാർക്ക് അബ്രഹാം മുതലേ വാഗ്ദത്തം ചെയ്തായിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ സുവിശേഷമാണ്. നിൻ്റെ കാലുകുത്തുന്ന ദേശമൊക്കെയും ശാശ്വത അവകാശമായി നിനക്ക് തരും. ആ രാജ്യം പിടിച്ചടക്കി കൊടുക്കാനാണ് യഹൂദന്മാർക്ക് വാഗ്ദത്തം ചെയ്ത രാജാവായിട്ട്, ദാവീദിൻ്റെ സന്തതിയായി, ദാവീദിൻ്റെ സിംഹാസനത്തിൻ്റെ അവകാശിയായി, അധികാരിയായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. ദാവീദിൻ്റെ സന്തതിയാണ്, ദാവീദിൻ്റെ സിംഹാസനത്തിൻ്റെ അധികാരിയാണ്. അതൊക്കെ ഞാൻ പല വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ഗബ്രിയേൽ ദൂതൻ മറിയോട് പറഞ്ഞത്, അവൻ്റെ ദൈവം, നീ പ്രസവിക്കുന്നവൻ്റെ ദൈവം, അവൻ്റെ പിതാവായിരിക്കുന്ന ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും, അവൻ ഇസ്രായേൽ ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. യഹൂദന്മാരുടെ രാജാവായിട്ടാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ പിറന്നത്. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ 3.5 വർഷത്തെ ശുശ്രൂഷ യഹൂദന്മാരെ നേടാൻ വേണ്ടിയിട്ടാണ്. യഹൂദന്മാരുടെ അടുക്കിലേക്കാണ് കർത്താവിനെ അയച്ചത്. എന്നെ ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് അല്ലാതെ അയച്ചിട്ടില്ല. ഞാൻ കുറച്ച് ആവേശത്തിൽ പറഞ്ഞു പോകുന്ന എൻ്റെ സങ്കടം കൊണ്ടും വിഷമം കൊണ്ടുമാണ്. നിങ്ങളിത് ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളൊന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 3.5 വർഷത്തെ സുവിശേഷങ്ങൾ എടുത്തുകൊണ്ട് എന്തോ ഒരു പ്രസംഗം, എന്തോ ഒരു ഘോഷമാണ് നടത്തുന്നത്. എന്ത് ചെയ്യാം? ഞങ്ങളിതൊക്കെ പറഞ്ഞ് ശരിക്കും ചിലപ്പോഴൊക്കെ കണ്ണ് നിറഞ്ഞു പോകാറുണ്ട്. ഇതൊന്നും ജനം ഗ്രഹിച്ചിരുന്നെങ്കിലെന്ന്. എൻ്റെ പ്രിയമുള്ളവരെ, അത് വേറൊരു സുവിശേഷമാണ്. അത് ജഡപ്രകാരമുള്ള ക്രിസ്തുവിൻ്റെ ഉപദേശമാണ്. എന്ന് പറഞ്ഞാൽ ജഡപ്രകാരം എന്ന് ഞാൻ പറഞ്ഞത് തെറ്റായിട്ടുള്ള അർത്ഥത്തിലല്ല. 3.5 വർഷം ആ യെരുശലേം തെരുവീഥികളിൽ പഠിപ്പിച്ച് ഉപദേശിച്ച യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ്. ആ സുവിശേഷമാണ് 12 അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത്. 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തത് ഇസ്രായേൽ ഗോത്രം 12നും അധികാരസ്ഥന്മാരായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇസ്രായേൽ ഗോത്രം 12ന് വേണ്ട 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തത്. അത് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ആ ഉപദേശത്തിന് കീഴുള്ളവർ വന്നിട്ട് ഇവിടെ കൊരിന്ത്യ സഭയിലും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഗലാത്യ സഭയിലും പ്രശ്നമുണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പൗലോസ് പറയുന്നത്. അത് 12 അപ്പോസ്തലന്മാർ വന്ന് പറഞ്ഞു എന്നല്ല പറയുന്നത്, അവരെക്കുറിച്ചല്ല പറയുന്നത്. അവരുടെ ഉപദേശം കേട്ട് പഠിച്ചവരായിരിക്കുന്നവർ യഹൂദന്മാർ. അതുകൊണ്ടല്ലേ ഇവിടെ പറഞ്ഞത്, അവർ യഹൂദന്മാരോ ഞാനും അതെ, അവർ എബ്രായരോ ഞാനും അതെ, അവർ അബ്രഹാമിൻ്റെ സന്തതിയോ. ഈ പറയുന്നവരൊക്കെ അവരാണ്. 12 അപ്പോസ്തലന്മാരെന്ന് കേട്ട് പഠിച്ച യെരുശലേമിൽ പെന്തക്കോസ്ത് ദിനത്തിൽ വന്നു കൂടിയതായിരിക്കുന്ന ഈ യഹൂദന്മാരുടെ സംഘങ്ങളാണ്. അവർ പറയുന്നത് 12 അപ്പോസ്തലന്മാരേ ഉള്ളൂ കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ. ഈ പൗലോസ് അപ്പോസ്തലനല്ല. ഇതാണ് പറയുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ അതിശ്രേഷ്ഠതയുള്ള ആ 12 അപ്പോസ്തലന്മാരെക്കാൾ ഞാൻ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് പൗലോസ് വളരെ ശക്തമായിട്ട് വാദിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഈ മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്നത് ആരാണെന്ന്? ഈ മറ്റൊരു യേശു എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയാമോ? അത് ന്യായപ്രമാണത്തിലെ യേശുവാണ്. പ്രിയമുള്ളവരെ, ന്യായപ്രമാണം ദൈവരാജ്യം പ്രസംഗിച്ച, ദൈവരാജ്യം ഉപദേശിക്കാൻ വന്ന യേശുവാണ്. ആ യേശുവിനെ ഈ പൗലോസിന് കിട്ടിയതായിരിക്കുന്ന കൃപയുടെ സുവിശേഷപ്രകാരം വേർതിരിക്കപ്പെട്ടവരായിരിക്കുന്നവരുടെ ഇടയിൽ വന്ന് പ്രസംഗിക്കുമ്പോൾ അത് ഈ കൃപയുടെ സുവിശേഷത്തിൻ്റെ യേശു അല്ല, ഒരേ യേശു തന്നെയാട്ടോ. അത് നിങ്ങളൊന്ന് തിരിച്ചറിയാൻ വേണ്ടി ഞാനിങ്ങനെ പറഞ്ഞു തരുന്നത്. ഒരു യേശുവേ ഉള്ളൂ, വേറൊരു യേശു ഇല്ല, ഒറ്റ യേശുവേ ഉള്ളൂ. ന്യായപ്രമാണം ഉപദേശിച്ച യേശു അല്ല ഇവിടുത്തെ യേശു. ഇവിടെ കൃപയുടെ സുവിശേഷം ലോകത്തിന് വിളമ്പിക്കൊടുക്കാൻ തക്കവണ്ണം ഉയരത്തിലേക്ക് പോയ കർത്താവ് യഹൂദൻ എന്ന പ്രോഗ്രാം, ദൈവരാജ്യം എന്ന പ്രോഗ്രാം താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്തിട്ട് ഉയരത്തിൽ നിന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ വിളിച്ച് പൗലോസിന് കൃപയുടെ സുവിശേഷം പരമേൽപ്പിച്ചു. അതുകൊണ്ടാണ് പൗലോസ് ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്, എനിക്ക് മുമ്പേ ഉണ്ടായിരുന്ന അപ്പോസ്തലന്മാരുടെ അടുക്കൽ പോവുകയോ അവരിൽ നിന്ന് വല്ലതും പഠിക്കുകയോ ചെയ്തിട്ടില്ല. മനുഷ്യരാരും എന്നെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് അത്രേ ഇത് പഠിച്ചത്, ഈ
സുവിശേഷം പഠിച്ചത്. അപ്പോൾ പൗലോസിന് അത്രത്തോളം ഉറപ്പാണ് തൻ്റെ സുവിശേഷത്തെക്കുറിച്ച്. അതിലേക്ക് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ചേർക്കുന്നത് പൗലോസിനെ സഹിച്ചുകൂടാ. ആ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ച് യേശുവിനെ കൊണ്ടുവന്ന് ഇവിടെ ആക്കി വയ്ക്കുന്നത് പൗലോസിന് വേറൊരു യേശുവായിട്ട് പൗലോസിന് തോന്നുന്നത്. പൗലോസ് പറയുന്ന വാക്കാണ് അത് മറ്റൊരു യേശു എന്ന് പറയുന്നത്. മറ്റൊരു യേശുവിനെ പൊറുക്കുകയില്ല അവിടെ പറഞ്ഞത് അങ്ങനെയല്ല. എന്നാൽ നോക്കിക്കുക, ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ? ഞങ്ങൾ പ്രസംഗിച്ച യേശു ന്യായപ്രമാണത്തിലെ യേശു അല്ല. 3.5 വർഷം യെരുശലേം രീതികളിൽ ജീവിച്ച യേശു അല്ല ഞങ്ങൾ പ്രസംഗിച്ച യേശു. ഞങ്ങൾ പ്രസംഗിച്ച യേശു കാൽവരി കുരിശിൽ നിങ്ങളുടെ എല്ലാം പാവങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ഞങ്ങളുടെ സുവിശേഷം. പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നത് ജഡപ്രകാരമുള്ള ക്രിസ്തുവിന്. അത് ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കുന്നുണ്ട്. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. പൗലോസ് പറയുന്നത് എന്തറിയാവോ? എന്നാണ്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ക്രൂശിക്കപ്പെട്ടവനായിരിക്കുന്ന ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം. എനിക്കോ എൻ്റെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ഇതാ പൗലോസിൻ്റെ പ്രസംഗം. ആ പൗലോസ് ചൂണ്ടിക്കാണിച്ച യേശുവിനെ വിട്ടിട്ട് ന്യായപ്രമാണത്തിൽ പ്രസംഗിച്ച, ന്യായപ്രമാണം ഉപദേശിച്ച ആ യേശുവിലേക്ക് പോയപ്പോഴാണ് അത് മറ്റൊരു യേശു എന്ന് പൗലോസ് പറഞ്ഞത്, അത് മറ്റൊരു സുവിശേഷം എന്ന് പറഞ്ഞത്. അത് വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ആ ആത്മാവ് അല്ല ഈ കൃപയുടെ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവരുടെ മേൽ വരുന്ന ആത്മാവ് ഒന്നേ ഉള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവ് ഒന്നേ ഉള്ളൂ. ആ ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ വ്യാപരിക്കുന്ന 12 അപ്പോസ്തലന്മാരിലും ദൈവരാജ്യത്തിൻ്റെ അപ്പോസ്തലന്മാരിലും വ്യാപരിക്കുന്ന വിധത്തിലല്ല ഇവിടെ വ്യാപരിക്കുന്ന, കൃപയുടെ സുവിശേഷത്തിൽ വ്യാപരിക്കുന്നത്. അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ വേണമെങ്കിൽ പറയാം. പൗലോസ് പറഞ്ഞത് എന്താ അറിയാവോ? ഇവിടെ പൗലോസ് പറഞ്ഞു, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ, എന്നാൽ എല്ലാവരോടും കരുണ കാണിക്കുന്ന കർത്താവിനോട് കരുണ കാണിച്ചു. ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാം ക്ഷമിക്കുന്ന, എല്ലാം സഹിക്കുന്ന, കരുണയും കൃപയും ധാരാളം പകരുന്ന യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ യാഗത്തിൽ മാത്രം വിശ്വസിച്ച് രക്ഷപ്പെടുന്നവർക്ക് ആത്മരക്ഷ നൽകുന്നതായിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ്. ഈ കാര്യം കൊണ്ടാണ് ഇവിടെ ഇത് പറയുന്നത് എന്നുള്ളതായിരിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ വന്ന് പറഞ്ഞവരാരാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇത്ര രോഷാകുലരാകുവാൻ കാരണം എന്താണ്? ജഡപ്രകാരമുള്ളതായിരിക്കുന്ന ക്രിസ്തുവിനെയാണ് അവിടെ പ്രസംഗിച്ചത് എന്നുള്ളത് മനസ്സിലാക്കണം. 1 കൊരിന്ത്യർ ലേഖനം 1 അധ്യായത്തിൻ്റെ 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ഞാനിതൊന്നും കൂടെ നിങ്ങളെ വിശദീകരിച്ചു തരാം. ഈ വീഡിയോ അല്പം ദൈർഘ്യം കൂടും, നിങ്ങൾ ക്ഷമയോടെ കേൾക്കുമല്ലോ. ഇത് 2 വീഡിയോ ആക്കി പറയാൻ എനിക്ക് മനസ്സില്ല. കാരണം ഇത് സത്യത്തിൻ്റെ സുവിശേഷമാണ് ഞാനീ പറയുന്നത്. അതുകൊണ്ട് ഞാനിത് ഈ ഒറ്റ വീഡിയോയിൽ തന്നെ പറയുന്നു. 1 കൊരിന്ത്യർ ലേഖനം 1 അധ്യായത്തിൻ്റെ 11 മുതൽ 18 വരെ നിങ്ങൾ വായിക്കുക. അവിടെ എന്താ വായിക്കുന്നത്? സഹോദരന്മാരെ, ഇതേ കൊരിന്ത്യരോട് പറയുന്ന കാര്യങ്ങളാണ്. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. നിങ്ങളിൽ ഒരുത്തൻ, ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പല്ലോസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിൻ്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്നുപോൽ ക്രിസ്തു വിവാഹിക്കപ്പെട്ടിരിക്കുന്നുവോ? പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ? അല്ല, പൗലോസിൻ്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റുവോ? എൻ്റെ നാമത്തിൽ ഞാൻ സ്നാനം കഴിപ്പിച്ചു എന്ന് ആരും പറയാതെ വണ്ണം ക്രിസ്പോസിനെയും ഗായോസിനെയും ഒഴികെ നിങ്ങളിൽ ആരെയും ഞാൻ സ്നാനം കഴിപ്പിക്കുകയിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തെഫനാസിൻ്റെ ഭവനക്കാരെയും ഞാൻ സ്നാനം കഴിപ്പിച്ചു, അല്ലാതെ മറ്റു വല്ലവരെയും സ്നാനം കഴിപ്പിച്ചുവോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. സ്നാനം കഴിപ്പിപ്പാനല്ല, സുവിശേഷം അറിയിപ്പാൻ അത്രേ ക്രിസ്തു എന്നെ അയച്ചത്. ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ല താനും. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ഇത്രയും ഞാൻ വായിച്ചപ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലായി കാണുകയില്ലല്ലോ. അവിടെ എന്താ പറഞ്ഞറിയോ? എന്താ ഈ കൊരിന്ത്യരുടെ ഇടയിൽ പ്രശ്നമുണ്ടായത്? കൊരിന്ത്യരുടെ ഇടയിൽ ഭിന്നപക്ഷങ്ങളുണ്ടായി. അവർ 2-3-4 ഗ്രൂപ്പായിട്ട് അങ്ങ് പിരിഞ്ഞു. ഈ കൊരിന്ത്യർ ഒരുപാട് ആൾക്കാരുണ്ട് രക്ഷിക്കപ്പെട്ട ഒരു പൗലോസിൻ്റെ സുവിശേഷം കേട്ട്. എന്നിട്ട് 3-4 ഗ്രൂപ്പായിട്ട് അങ്ങ് പിരിഞ്ഞു. എങ്ങനെയാണ് ഗ്രൂപ്പുകൾ ഉണ്ടായത്? ആ ഗ്രൂപ്പുകൾ ഉണ്ടാകാൻ കാരണം എന്താണെന്നറിയാവോ? അവരിൽ ചിലർ പറഞ്ഞു ഞങ്ങൾ പൗലോസിൻ്റെ പക്ഷക്കാരാണെന്ന് പറഞ്ഞു. ചിലർ പറഞ്ഞു ഞങ്ങൾ അപ്പല്ലോസിൻ്റെ പക്ഷക്കാരാണെന്ന് പറഞ്ഞു. ചിലർ പറഞ്ഞു ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ പക്ഷക്കാരാണെന്ന് പറഞ്ഞു. ചിലർ പറഞ്ഞു ഞങ്ങൾ കേഫാവിൻ്റെ പക്ഷക്കാരാ, അപ്പോസ്തലനായ പത്രോസിൻ്റെ പക്ഷക്കാരാന്ന് പറഞ്ഞു. കൊരിന്ത്യർ എങ്ങനെയാണ് കേഫാവിനെക്കുറിച്ച് കേട്ടത്, പത്രോസിനെ കുറിച്ച് കേട്ടത്? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ കൊരിന്ത്യ സഭയിൽ വേറൊരു യേശുവിനെ പ്രസംഗിച്ച ആരാന്ന്? കൊരിന്ത്യർ കേഫാവിനെ കുറിച്ച് കേൾക്കണേ. കേഫാവിൽ നിന്ന് കേട്ട് പഠിച്ചവർ, അതായത് പത്രോസിൽ നിന്ന് കേട്ട് പഠിച്ചവർ ഇവിടെ വരണം.
അവർ വന്നിട്ട് ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കി. ഇവർ വേറൊരു സുവിശേഷം പറഞ്ഞു, ന്യായപ്രമാണത്തിൻ്റെ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൻ്റെ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പറഞ്ഞു. ആ സുവിശേഷം കേട്ട് പ്രശ്നമായി തീർന്നവർ പറഞ്ഞു, ഞങ്ങളെ പത്രോസിനെയാണ് ഞങ്ങൾ അനുകരിക്കുന്നത്, ഞങ്ങൾ പത്രോസിൻ്റെ പക്ഷക്കാരാണെന്ന് പറഞ്ഞു. അവരിൽ നിന്ന് ചിലർ പറഞ്ഞു, പത്രോസ് അപ്പോസ്തലൻ മാത്രമല്ലേ, അതുകൊണ്ട് പത്രോസ് പ്രസംഗിക്കുന്ന ആ യേശു ആണ് ഞങ്ങൾ, ആ യേശുവിൻ്റെ പക്ഷക്കാരാണ് ഞങ്ങളെന്ന് പറഞ്ഞു. കൊരിന്ത്യ സഭയിലെ ഈ ഭിന്നപക്ഷങ്ങളിൽ ഏറ്റവും പ്രശ്നക്കാർ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഏറ്റവും പ്രശ്നക്കാർ എൻ്റെ കൂടെയുള്ള തോമസ് സാറൊക്കെ ശക്തമായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളതൊക്കെ കേൾക്കുക. കൊരിന്ത്യ സഭയിലെ ഈ ഭിന്നപക്ഷങ്ങളിൽ ഏറ്റവും പ്രശ്നക്കാർ എന്ന് പറയുന്നത് യേശുവിൻ്റെ പക്ഷക്കാരെന്ന് പറയുന്നവരാണ്, ക്രിസ്തു യേശുവിൻ്റെ പക്ഷക്കാരെന്ന് പറയുന്നവരാണ്. അപ്പം നിങ്ങൾ ചോദിക്കുന്നു, നിങ്ങളും ക്രിസ്തുവിൻ്റെ നീ പ്രസംഗിക്കുന്ന നീയും ക്രിസ്തുവിൻ്റെ പക്ഷക്കാരനല്ലെന്ന്. അതെ, ഞാൻ എൻ്റെ കർത്താവായി യേശു ക്രിസ്തുവിനുള്ളത്, നിങ്ങൾ എന്നെ കേൾക്കുന്ന നിങ്ങളും അതെ. പക്ഷേ ഇവിടെ പറയുന്ന കൊരിന്ത്യർ പറയുന്ന യേശു ക്രിസ്തു ന്യായപ്രമാണത്തിലെ ക്രിസ്തുവാണ്. 3.5 വർഷം എന്താണോ കർത്താവ് പഠിപ്പിച്ചത് ആ ഉപദേശമാണ് ഞങ്ങൾ അനുസരിക്കുന്നത്. ആ യേശു ക്രിസ്തു അന്ന് പഠിപ്പിച്ചതായിരിക്കുന്ന ആ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിൽ എഴുതിയിരിക്കുന്നതായിരിക്കുന്ന ആ 3.5 വർഷത്തെ കർത്താവിൻ്റെ ഉപദേശമാണ് ഞങ്ങളുടെ ഉപദേശം. അതാ ഞങ്ങൾ അംഗീകരിക്കുന്ന. പൗലോസ് പറയുന്നത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു യേശു ക്രിസ്തുവിൻ്റെ പക്ഷക്കാരാണെന്ന് പറഞ്ഞു. അവർ തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾ പത്രോസിൻ്റെ, കാരണം പത്രോസ് അപ്പോസ്തലനല്ലേ, അപ്പോസ്തലന്മാരിൽ ഒന്നാമനല്ലേ, അപ്പം ഞങ്ങൾ കേഫാവിൻ്റെ പക്ഷക്കാരെന്ന് പറഞ്ഞ് അവരിങ്ങനെ പ്രശ്നം ഉണ്ടാക്കി. അതിനെക്കുറിച്ചാണ് ഈ 1-ാം അധ്യായത്തിൽ പറഞ്ഞത്. ഇപ്പോൾ കൂടുതൽ വ്യക്തമായി കാണുമല്ലോ, കൊരിന്ത്യ സഭയിൽ പ്രശ്നം ഉണ്ടാക്കിയ മറ്റൊരു യേശുവിനെ പ്രസംഗിച്ചവരാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നോക്കുക, അതിൻ്റെ താഴേക്ക് പൗലോസ് പറഞ്ഞു പിന്നെ എന്താണ് എന്താ പറയുന്നത്, പൗലോസ് വിവാഹിക്കപ്പെട്ടുവോ, ക്രിസ്തു വിവാഹിക്കപ്പെട്ടുവോ, പൗലോസ് നിങ്ങൾക്ക് വേണ്ടി മരിച്ചുവോ, നിങ്ങൾ എന്താ ഇങ്ങനെ വിവാഹിത ഉണ്ടാക്കുന്നത്? ഞാൻ നിങ്ങളെ ആരെയും എൻ്റെ നാമത്തെ സ്നാനം കഴിപ്പിച്ചിട്ടില്ല. ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ 2-3 പേരെ മാത്രമല്ലാതെ ഞാൻ വേറെ ആരെയും നിങ്ങളെ സ്നാനം കഴിപ്പിച്ചിട്ടില്ല. ഞാൻ എൻ്റെ നാമത്തിൽ നിങ്ങളെ സ്നാനം കഴിപ്പിച്ചു എന്ന് പറയാതിരിപ്പം ഞാൻ അങ്ങനെ നിങ്ങളെ ആരെയും സ്നാനം കഴിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് താഴേക്ക് പറയുകയാണ്, സ്നാനം കഴിപ്പിക്കാനല്ല എന്നെ കർത്താവ് അയച്ചത്, സുവിശേഷം പ്രസംഗിക്കാനാണ്. ഇത് 12 അപ്പോസ്തലന്മാർ പറയുമോ? സ്നാനം കഴിപ്പിക്കാനല്ല എന്നെ അയച്ചത്, സുവിശേഷം പ്രസംഗിക്കാനെന്ന് പറയുമോ? 12 അപ്പോസ്തലന്മാർ എന്താ പറഞ്ഞത്? 1-ാമത്തെ പ്രസംഗത്തിൽ പത്രോസ് പ്രസംഗിച്ച് നിങ്ങൾ കൊന്നു അവനെ, നിങ്ങളുടെ മശിഹായെ കൊന്നു എന്ന് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ കേട്ടവർ ചോദിച്ചു, ഗലീല പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പൗലോസ് പറഞ്ഞ മറുപടി, നിങ്ങൾ ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. നിങ്ങൾ ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. സ്നാനം എന്തിനാ? പാപങ്ങളുടെ മോചനത്തിന് ആയി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. പാപങ്ങളുടെ മോചനത്തിനല്ലേ പത്രോസ് കഴിപ്പിച്ച സ്നാനം? അല്ലെന്ന് നിങ്ങൾക്ക് വാദിക്കാൻ പറ്റുമോ? ഇന്ന് സ്നാനം കഴിപ്പിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞ പാപങ്ങളുടെ മോചനത്തിനല്ലാന്ന് ആണ്. നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അത് പാപങ്ങളുടെ മോചനത്തിനാണ് ഈ സ്നാനം എന്നൊക്കെ പറയുന്നത്. ഇന്നത്തെ അല്ല, അന്നത്തെ. പത്രോസ് ചെയ്തത് പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ സ്നാനം ഏൽപ്പിന്ന് തന്നെ പറഞ്ഞത്. കാരണം പൗലോസ് പറഞ്ഞു, എന്നെ സ്നാനം കഴിപ്പിച്ച് പാപമോചനം കൊടുക്കാൻ അയച്ചതല്ല, എന്നെ സ്നാനം കഴിപ്പിക്കാനല്ല അയച്ചത്, എന്നെ സുവിശേഷം പ്രസംഗിക്കാനാണ്. ആ സുവിശേഷ പ്രസംഗം പോലും വാക്ക് ചാതുര്യത്തോടെ ഞാൻ പ്രസംഗിക്കില്ലെന്ന് പറഞ്ഞു. വാക്ക് ചാതുര്യത്തോടെ അല്ല, കാരണം എൻ്റെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിനെന്നാണ്. കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ രക്ഷ, പാപമോചനത്തിന് സ്നാനമേൽപ്പിനെന്ന് പത്രോസ് പറഞ്ഞപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമായി പോയി എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഒരുത്തൻ പാപത്തിൻ്റെ മോചനത്തിന് സ്നാനമേറ്റ ക്രൂശ്, പൗലോസിൻ്റെ ഭാഷയിൽ ക്രൂശ് വ്യർത്ഥമായി പോയില്ലേ? നിങ്ങൾ എണ്ണ്. അപ്പോൾ പൗലോസ് ഇവിടെ പറയുകയാണ്, എന്നെ അതിനുമല്ല അയച്ചത്, സ്നാനം കഴിപ്പിക്കാനും അല്ല അയച്ചത്. ഇത് 12 അപ്പോസ്തലന്മാർക്ക് പറയാൻ പറ്റില്ല. അവരോട് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് ഉപദേശിച്ചൊക്കെയും, കർത്താവ് 3.5 വർഷം ഉപദേശിച്ചൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും സ്നാനപ്പെടുത്തി ശിഷ്യരാക്കൊള്ളാനാണ് പറഞ്ഞത്. സ്നാനപ്പെടുത്താൻ തന്നെയാണ് കർത്താവ് കൊടുത്ത കൽപ്പന. അത് ഉപദേശം വേറെയാണ്. അത് രാജ്യത്തിൻ്റെ സുവിശേഷമാണ്. 1000 ആണ്ടിലേക്ക് യഹൂദന്മാരെ കൈപിടിച്ച് നടത്താനുള്ള അബ്രഹാമിൻ്റെ വാക്തത്വത്തിൻ്റെ നിവൃത്തിയാണ് അവിടുത്തെ ഉപദേശം. അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് പൗലോസ് പറയുകയാണ്, കർത്താവിൻ്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ യാതൊരു കാര്യവുമില്ല. പാപത്തിൻ്റെ മോചനത്തിലുള്ള സ്നാനം കൊണ്ടൊന്നും ആരും രക്ഷപ്പെടുകയില്ല, ക്രൂശിൽ മാത്രമാണ്. നോക്കി അതിന് 18-ാം വാക്യം വായിച്ചിങ്ങനെ, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാവുന്നു. അതുപോലെ തന്നെ നോക്കുക,
എന്താണ് അതിൻ്റെ 22-ാം വാക്യം, 1 കൊരിന്ത്യർ 22-ാം വാക്യം, യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വവുമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. ഈ ക്രൂശിനെ കുറിച്ച് അവർക്ക് വലിയ അറിവില്ല. അവർക്ക് ക്രൂശ് 12 അപ്പോസ്തലന്മാർക്ക് ക്രൂശ് കൊലപാതകത്തിൻ്റെ മരമാണ്. അത് നിങ്ങൾ തിരിച്ചറിയും. കൊലപാതകം ചെയ്തു, നിങ്ങൾ അവനെ ക്രൂശിച്ചു കൊന്നു, നിങ്ങൾ അവന് കുലപാതകളാകുന്നു. ഇതാ പത്രോസിൻ്റെ പ്രസംഗം. ഇത് രണ്ടിൻ്റെ വ്യത്യാസം നിങ്ങൾ കണ്ടോ? രണ്ടും ഒരേ യേശു തന്നെയാണ്. പക്ഷെ ആ യേശുവിനെ എടുത്ത് ഈ കൃപയുടെ സുവിശേഷത്തിൽ കൊണ്ടുവന്ന് ഇടാൻ പറ്റുകയില്ല. അപ്പോൾ അത് ഇവിടെ മറ്റൊരു യേശുവായിത്തീരും. അത് സുവിശേഷം വേറെ, അത് അവരെ പരമേൽപ്പിച്ചതാണ്. ആ പ്രോഗ്രാമാണ് താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ കൃപയുടെ സുവിശേഷത്തിൻ്റെ വാതിൽ തുറന്നത്, പൗലോസിലൂടെ തുറന്നത്. ഇത് തിരിച്ചറിയൂ. പൗലോസ് 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം വായിക്കുന്നത്, ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിൽ ഇരുന്നു. ക്രൂശിക്കപ്പെട്ടായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. നോക്കിയേ, ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടിയോ ഈ വന്ന് മറ്റൊരു യേശുവിനെ പ്രസംഗിച്ചവരാരാണെന്ന്? അത് ഇന്ന് ലോകത്ത് കാണുന്നതായിരിക്കുന്ന ദുരുപദേശകന്മാരുടെ സഭയല്ല. അന്ന് അവരില്ല. യെരുശലേമിലെ 12 അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് പഠിച്ചവരാണ് ഈ കള്ള അപ്പോസ്തലന്മാരായി വന്ന് ഉപദേശിച്ചത്. അതിനെക്കുറിച്ചാണ് പൗലോസ് ഇത്ര വ്യക്തമായിട്ട് പറഞ്ഞത്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ ആ വാക്യം ഒന്നുകൂടെ ഞാൻ തെളിയിച്ചു തരട്ടെ. 2-ാം ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 19 വരെ ഈ വാക്യം കൂടെ വായിച്ച് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. 2-ാം അധ്യായം 2-ാമത്തെ പുസ്തകം 5-ാം അധ്യായം 14 മുതൽ 19 വരെ. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. നോക്കിയ യേശു ക്രിസ്തുവിൽ ഒരുത്തൻ രക്ഷ പ്രാപിക്കുന്നത് ക്രിസ്തുവിനോട് കൂടെ മരിക്കുന്നതിലൂടെയാണ്. ക്രിസ്തുവിനോടുകൂടെ മരിക്കുന്നതിലൂടെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, നാം അവനോടുകൂടെ മരിച്ചു. ആ മരണം കർത്താവ് നമുക്ക് വേണ്ടി ഉയർത്തു, നാം അവനോടുകൂടെ ഉയർത്തു. ഇതിന് സാദൃശ്യമാണെന്ന് പറഞ്ഞാൽ ആൾക്കാർ സ്നാനപ്പെടുന്നത്, സ്നാനം ഉപദേശിക്കുന്നത്. ഇതൊന്നുമല്ല ഇവിടുത്തെ സംഭവം. ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ക്രിസ്തുവിൽ നാമും മരിക്കുകയാണ്. അതവിടെ പൗലോസ് പറയുന്നത്. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുക എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവനെല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ജഡപ്രകാരം അറിയുന്നില്ല. മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിലുള്ളവരായിട്ടാണ് ഞങ്ങളിനി ആൾക്കാരെ കാണുന്ന. വിശ്വാസികളെ ഞങ്ങൾ എണ്ണുന്നത് ക്രിസ്തുവിനോടുകൂടെ മരിച്ചു ഉയർത്തെഴുന്നേറ്റ ആ പുതിയ വ്യക്തിയായിട്ട്, പുതിയ സൃഷ്ടിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതാ ഇവിടെ പറയുന്നത്. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാവുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ അത് പുതുതായി തീർന്നു. ഇവിടെ പറഞ്ഞു നോക്കിയാൽ ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ ഞങ്ങൾ അങ്ങനെ അറിയുന്നില്ല. എന്താ അങ്ങനെയൊക്കെ പറഞ്ഞത്? ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. ന്യായപ്രമാണം ഉപദേശിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്ത് 12 അപ്പോസ്തലന്മാരെ പഠിപ്പിച്ച് അത് പറഞ്ഞ് ഏൽപ്പിച്ചതായിരിക്കുന്ന ക്രിസ്തുവാണ് ജഡപ്രകാരമുള്ള ക്രിസ്തു. ആ ക്രിസ്തുവിനെ ഞങ്ങൾ അറിയുന്നില്ല. ആ ക്രിസ്തുവിനെ ജഡപ്രകാരം ഞങ്ങൾ അറിയുന്നില്ല. യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയിരിക്കുന്ന ലേഖനത്തിലെ ഒരു വാക്ക് നിങ്ങൾക്കറിയാമോ? ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കാത്തവനൊക്കെയും കള്ളനാകുന്നു. പൗലോസ് പറയുക, ആ ജഡപ്രകാരമുള്ള ക്രിസ്തുവിനെ ഞങ്ങൾ അറിയുന്നില്ല. എന്താ വ്യത്യാസം? ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിതൊക്കെ പറയുന്നത്. ആകയാൽ ഇന്നു മുതൽ ഞങ്ങൾ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം ന്യായപ്രമാണം ഉപദേശിച്ചാർന്ന ക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നില്ല എന്നാണ് പറഞ്ഞതിനർത്ഥം. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാവുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. മരിച്ചുയർത്തെഴുന്നേറ്റ പുതിയ വ്യക്തിയായി തീരുക. ഇതാണ് പൗലോസിൻ്റെ സുവിശേഷം. ഈ സുവിശേഷത്തോട് ന്യായപ്രമാണം കൂട്ടിക്കലർത്താമെന്ന പൗലോസ് സമ്മതിക്കുകയില്ല. നിങ്ങൾ പൊറുക്കുന്നുവല്ലോ, ഞങ്ങൾ പൊറുക്കയില്ല എന്ന പൗലോസ് പറഞ്ഞത്.
നിങ്ങളെ ഒരുത്തൻ കവർന്നു കൊണ്ടുപോയാലും പിടിച്ചുകൊണ്ട് പോയാലും അപഹരിച്ചാലും മുഖത്തടിച്ചാലും നിങ്ങൾ പൊറുക്കുന്നുമല്ല. ഈ കാര്യത്തിൽ ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങൾ പൊറുക്കുകയില്ലെന്നാണ് പറയുന്നത്. പൗലോസിൻ്റെ ഈ ഉപദേശത്തോട് ലേവലേശം വിട്ടുവീഴ്ച ചെയ്യാൻ പൗലോസിന് മനസ്സില്ല. അത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ പുതിയ സൃഷ്ടിയാണ് കാര്യം. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ഈ നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഇതിനകത്തേക്ക് 12 അപ്പോസ്തലന്മാരുടെ ഉപദേശം കയറ്റാൻ പറ്റുകയില്ല. അവിടെ നിന്ന് വന്നവരുടെ ഉപദേശം ഇതിനകത്ത് ഉൾക്കൊള്ളുകയില്ല. അപ്പോൾ അത് മറ്റൊരു യേശുവാകും. കൃപയുടെ സുവിശേഷത്തിൻ്റെ യേശു അല്ല അവർ പ്രസംഗിക്കുന്നത്. അവർ ന്യായപ്രമാണത്തിൻ്റെ സുവിശേഷത്തിൻ്റെ യേശുവിനെയാണ് പ്രസംഗിക്കുന്നത്. അതാ മറ്റൊരു യേശു, അതാ മറ്റൊരു സുവിശേഷം. അതും ഇതുമായിട്ട് തമ്മിൽ ചേരുകയില്ല, ഒരിക്കലും ചേരുകയില്ല. അതുകൊണ്ടാണ് പൗലോസ് ഇത്ര ശക്തമായി പറയുന്നത്. ദൈവം ലോകത്തിന് ലംഘനം, 19-ാമത്തെ വാക്യം, ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. നോക്കി എത്ര വ്യക്തമാണ്. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. എപ്പോൾ? ആദാമിൻ്റെ കാലം മുതൽ ലോകത്തിലെ മനുഷ്യരെ നിരപ്പിച്ചത് മുഴുവൻ കാൽവരി കുരിശിലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യാഗമരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആദാമിൻ്റെ കാലം മുതൽ. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇതെല്ലാം കൂടി ഒരു വീഡിയോയിലൊന്നും പറയാൻ പറ്റുകയില്ല. എന്നാലും ഞാനതൊന്ന് പറയട്ടെ. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ എന്താ? അത് എന്താ പറയുന്നത്, ഹാനോക്കായാലും ശരി, നോഹയായാലും ശരി, മൽക്കിസദേക്കായാലും ശരി, അതല്ലെങ്കിൽ ഞാനത് എടുത്തു പറഞ്ഞാൽ മൽക്കിസദേക്ക് എന്നുള്ളത്. മൽക്കിസദേക്കായാലും ശരി, ഈ പഴയ നിയമത്തിൽ ന്യായപ്രമാണം വരുന്നതിന് മുമ്പിലായിരിക്കുന്ന വിശുദ്ധന്മാരായാലും ശരി, ന്യായപ്രമാണം വന്നതിന് ശേഷമുള്ള വിശുദ്ധന്മാരായാലും ശരി, ഈ വിശുദ്ധന്മാരെയൊക്കെ നിരപ്പിച്ച് പോകുന്നത് എങ്ങനെ അറിയാവോ? ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ച് പോകുന്നു. കുരിശിൽ മരിച്ച കാൽവരി കുരിശിലെ യാഗമായി തീർന്ന ക്രിസ്തു മൂലം നിരപ്പ് വന്നത്. ആ നിരപ്പ് വന്നത് അല്ലാതെ ആരും സ്വർഗത്തിൽ പോവുകയില്ല. ഒരു യഹൂദനും പോവുകയില്ല, ആരും പോവുകയില്ല, ഒരു പിതാക്കന്മാരും പോവുകയില്ല. ഇതാണ് അവിടെ പറയുന്നത്. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോകുന്നു. ഈ നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ആ നിരപ്പിൻ്റെ വചനമാണ് ഇന്ന് പൗലോസിലൂടെ വന്നായിരിക്കുന്ന നമ്മൾ പ്രസംഗിക്കുന്ന ക്രൂശിൽ പാപത്തിൻ്റെ വിമോചനം. കാൽവരി കുരിശിൽ നമ്മുടെ പാപപരിഹാരം സംഭവിച്ചു. അത് വിശ്വസിക്കുന്നവർക്ക് ഏവർക്കും രക്ഷ എന്നുള്ളതായിരിക്കുന്ന ആ സുവിശേഷം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ദീർഘമായി പോയി 1 മണിക്കൂറാകാൻ പോകുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ ഈ വേറൊരു യേശുവിനെ പ്രസംഗിച്ചവരാരാ? വേറൊരു സുവിശേഷം എന്താ? വേറൊരു ആത്മാവിനെക്കുറിച്ച് പൗലോസ് പറഞ്ഞാൽ എന്താ? അവരാരാ? ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ഇതിനെക്കുറിച്ച് പൗലോസ് കൊരിന്ത്യലേഖനത്തിൽ പറയുന്നത് അഗ്രചർമ്മവും ഏതുമില്ല, പരിശോധനയും ഏതുമില്ല, പുതിയ സൃഷ്ടി അത്ര കാര്യം എന്നൊക്കെ പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കള്ളോപദേശം പറഞ്ഞ് വന്നവരായിരിക്കുന്നവർ നിങ്ങൾ പരിച്ഛേദനയാക്കണം, നിങ്ങൾ അഗ്രചർമ്മികളാണ്, പൗലോസിനെ വിശ്വസിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞു. പൗലോസ് പറഞ്ഞു, ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവരല്ല. എന്നെ ദൈവം വിളിച്ച് അപ്പോസ്തലനാക്കിയതാണ്. അതുകൊണ്ട് അവർ പ്രശംസിക്കുന്ന സകല കാര്യത്തിലും ഞാൻ അവരെക്കാൾ കൂടുതൽ പ്രശംസിക്കും. ഞാൻ പറഞ്ഞ സുവിശേഷത്തോട് ചേർക്കുന്നവരെ ഞാൻ സഹിക്കുകയില്ല. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാൻ അല്പം ദൈർഘ്യമായി പോയി, അതുകൊണ്ട് പെട്ടെന്ന് നിർത്തട്ടെ. ഇനിയും പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ കളിയാക്കും. ഇത്രയും വലിയ വീഡിയോ ഇട്ടിട്ട് പെട്ടെന്ന് നിർത്തുകയാണോ പറയുന്നത്? ഓക്കെ, എന്തായാലും എനിക്ക് സന്തോഷം. എനിക്ക് ഈ സത്യസുവിശേഷം പറയാതിരിക്കാൻ വയ്യ. ചിലപ്പോൾ കരഞ്ഞു പോകുന്നുണ്ട് ഞാൻ പറയുമ്പോൾ. ഇതൊന്ന് ജനത്തെ ഗ്രഹിപ്പിക്കാൻ വേണ്ടി. ഞങ്ങൾക്കെതിരെ എത്ര പേര് എന്ത് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിരോധമില്ല. എനിക്കും തോമസ് സാറിനും എതിരെ, ഗേറ്റ് മിനിസ്ട്രിയിലെ തോമസ് സാറിനും എനിക്കും എതിരെ ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്ക് വിരോധമില്ല. ഞങ്ങൾ ഈ സത്യം ജീവനുള്ള കാലത്തോളം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനൊരു കാര്യം കൂടെ നിങ്ങളെ അവസാനമായി ഓർമ്മപ്പെടുത്തട്ടെ. ഈ കൃപയുടെ സുവിശേഷം പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഞാനിപ്പോൾ 4 സ്ഥലങ്ങളിൽ ആഴ്ച തോറും ഞാൻ ബൈബിൾ ക്ലാസ് നടത്തുന്നുണ്ട്. ഒന്ന് എറണാകുളം ജില്ലയിലെ പഴന്തോട്ടം എന്ന് പറയുന്നതായിരിക്കുന്ന സ്ഥലത്ത്, പുത്തൻകുരിശിലെ പഴന്തോട്ടം എന്ന് പറയുന്നതായിരിക്കുന്ന സ്ഥലത്ത്. രണ്ടാമത് ഇടുക്കി ജില്ലയിലെ ചേലച്ചോട് എന്ന് പറയുന്നതായിരിക്കുന്ന സ്ഥലത്ത്. മൂന്നാമത് കോട്ടയം ജില്ലയിലെ കറുകച്ചാല് എന്ന് പറയുന്നതായിരിക്കുന്ന സ്ഥലത്ത്. നാലാമത് പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂർ എന്ന് പറയുന്നതായിരിക്കുന്ന സ്ഥലത്ത്. 4 സ്ഥലങ്ങളിൽ ഞാൻ ഈ വചനങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, ആഴ്ചകൾ തോറും പഠിപ്പിക്കുന്നുണ്ട്. ഈ സ്ഥലങ്ങളിൽ നിന്ന് എൻ്റെ വീഡിയോ കേൾക്കുന്നവർ എന്നെ വിളിക്കുമല്ലോ. എൻ്റെ വാട്സാപ്പ് നമ്പർ താഴെ കൊടുക്കുന്നതാണ്. നിങ്ങൾക്കും വന്നു ചേരാം, ഇതിലെ സംശയങ്ങൾ ചോദിക്കാം, ഇതിലെ കാര്യങ്ങൾ വിശദമായി പഠിക്കാം. നിങ്ങളൊന്ന് സത്യം ഗ്രഹിക്കൂ, അതിനുവേണ്ടി ഈ പറയുന്നത്. അല്ലാതെ ഞാൻ പല സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുന്നത് പൊക്കച്ചം പറയാം. എൻ്റെ കർത്താവ് അറിയുന്നു എൻ്റെ മനസ്സ്.
എനിക്കൊരു പൊങ്ങച്ചവും വേണ്ട, പൂഴ്ചയും വേണ്ട. എനിക്ക് ഈ സത്യം ഒന്ന് നിങ്ങളുടെ ഹൃദയങ്ങളോട് വിളിച്ച് പറഞ്ഞ് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തി തന്നാൽ മതി. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ വേറൊരു യേശു ആരാണെന്നും വേറൊരു സുവിശേഷം എന്താണെന്നൊക്കെ മനസ്സിലായോ? ദൈവം എൻ്റെ കേൾവിക്കാരെ അവരെ സഹായിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ പൊന്നു തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.